താങ്ക് യു ഡോക്ടർ. പറയാമോ ഡോക്ടർ? കേൾക്കാമോ? ഇടയ്ക്ക് നെറ്റ് പോയിട്ട്. ഓക്കെ ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ വേണുഗോപാൽ എസ് റെഡ്ഡിയ സാറാണ്. MD ജനറൽ മെഡിസിൻ തിരുവനന്തപുരം, MRCP UK, ABIM USA, അമേരിക്കൻ ബിഹേവിയറൽ സയന്റിസ്റ്റ്. 250 അധികം വെബിനാറുകൾ എടുത്തിട്ടുള്ള വ്യക്തിത്വം. ജീവിത വിജയം അവസരവാദികൾക്ക് മാത്രം എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് ഡോക്ടർ വേണുഗോപാൽ റെഡ്ഡിയ സാറിനെ ആദരപൂർവ്വവും സ്നേഹപൂർവ്വവും ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാറിന് ആരംഭിക്കാം. ഓക്കെ, എന്നെ ഹോസ്റ്റ് ആക്കണം. Then only I'll be able to show my slides. സാറ് കോ-ഹോസ്റ്റ് ആണല്ലോ, അതുകൊണ്ടാണ്. Okay, right. Let me make sure that the slide is visible. ഇന്ന് 21 അവസരവാദികളെ ഉള്ളൂ വന്നിട്ടുള്ളത്. 21 പേരെ ഈ അവസരത്തിന് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളൂ. മറിയാമ്മജി ഇന്നിപ്പോ മൊത്തം എന്നെയും കൂടെ ചേർത്ത് 21 പേര് കേട്ടോ. അതാണ് ഒരു അവസരം എന്നപ്പോൾ അതിനെ ആരാണ് ഉപയോഗിക്കുന്നത്, അവരാണ് അവസരവാദി. ഇനി എക്സ്പ്ലെയിൻ ചെയ്യാം ഓരോന്നും. എന്താണ് ഈ ഓപ്പർച്യൂണിസം? ഓപ്പർച്യൂണിസം എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് ഓഫ് ടേക്കിംഗ് അഡ്വാൻറ്റേജ് ഓഫ് സർക്കംസ്റ്റാൻസസ്. ഇറ്റ് ഈസ് നെയ്തർ ഗുഡ് നോർ ബാഡ്, ഇറ്റ്സ് നെയ്തർ റൈറ്റ് നോർ റോങ്. മിക്കവരും അവസരവാദി എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ഇതാണ്. ആളൊരു അവസരവാദിയാണ്, ആളൊരു ഓപ്പർച്യൂണിസ്റ്റ് ആണ്. നോ, അവസരവാദി മീൻസ് എ പേഴ്സൺ ഹൂ ആ കിട്ടിയ അവസരത്തിനെ പൂർണ്ണമായിട്ടും അതിനെ ഇത് ചെയ്യുന്നു, മിസ് ചെയ്യുന്നില്ല, ഓപ്പർച്യൂണിറ്റിയെ നഷ്ടപ്പെടുത്തുന്നില്ല. അതാണ് ഓപ്പർച്യൂണിസ്റ്റ് എന്നുള്ളത്. ഇത് ക്ലിയർ ആയോ? ഈ ഡെഫിനിഷൻ ക്ലിയർ ആയാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആയെങ്കിൽ ആ ചാറ്റ് ബോക്സിൽ സി എന്നാണ്. എനിക്കറിയണ്ടേ, നിങ്ങളെല്ലാം ഡോക്ടർമാരാണ്. നമുക്ക് ഫീഡ്ബാക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം തന്നെ പ്രവർത്തിക്കുന്നത് ഫീഡ്ബാക്ക് കിട്ടിയിട്ടാണ്. ബ്ലഡ് ഷുഗർ മുകളിലോട്ട് പോകുമ്പോൾ ആ ഫീഡ്ബാക്ക് വെച്ചിട്ടാണ് ഇൻസുലിൻ കൂടുതൽ വരുന്നത്. ആണോ? ഓക്കെ ഡോക്ടർ ഷീല. ബ്ലഡ് ഷുഗർ കുറയുമ്പോൾ ഇന്നാ പിടിച്ചോ, ഗ്ലൈക്കോജൻ ബ്രേക്ക് ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾ ഫീഡ്ബാക്ക് തരണം. എന്തിനാണ് ഇവിടെ എനിക്ക് ഓക്കെ എബ്രഹാം വൈദ്യൻ, താങ്ക് യു. എന്തിനാണ് മടിച്ചിരിക്കുന്നത്? ഇത് വലിയ പ്രയാസമാണ് കേട്ടോ. മറിയാമ്മ ജോൺജി, താങ്ക് യു. ഞാൻ ചോദിക്കുന്ന നിങ്ങളുടെ കാശൊന്നും ഞാൻ ചോദിക്കുന്നില്ല. എനിക്ക് ഫീഡ്ബാക്ക് തന്നാലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു, താങ്ക് യു. നമ്മുടെ ഇടയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ആരെന്ന് അറിയണ്ടേ? ഡോക്ടേഴ്സ് ഉണ്ട്. എക്സാമ്പിൾസോട് കൂടി കുറെ കഴിഞ്ഞാൽ പറഞ്ഞുതരാം. ക്രിമിനൽസ്, കുറ്റവാളികൾ. കുറ്റവാളി എന്താണ്? അവർക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോഴാണ് അവർ കുറ്റം ചെയ്യുന്നത്. ഇന്നിപ്പോ സൈബർ ക്രിമിനൽസ്, ഡിജിറ്റൽ അറസ്റ്റ്, കേരളത്തില് ഡിജിറ്റൽ അറസ്റ്റ് അതിനുള്ള അവസരം അവർ കിട്ടി. വാട്സാപ്പ് കിട്ടി. അത് വെച്ച് ലക്ഷക്കണക്കിന് രൂപ അടിച്ചു മാറ്റിയ സംഗതി ഈ ഇരിക്കുന്ന എത്ര പേർക്ക് അറിയാം? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടെങ്കിൽ യെസ് എന്നിട്ടെ ഞാൻ ഈ പറയുന്ന വാർത്ത. ഈ ക്രിമിനൽസ് അവര് ആ ഓപ്പർച്യൂണിറ്റി. ഓക്കെ, യെസ്, താങ്ക് യു മഷൂദ്ജി. ഇത് ഓക്കെ, താങ്ക് യു ശീലാജി. അപ്പൊ ക്രിമിനൽസും ഓപ്പർച്യൂണിസ്റ്റ് ആണ്. അപ്പൊ ജീവിത വിജയത്തിന്, അവരുടെ ജീവിത വിജയത്തിന് അവസരവാദിയായേ പറ്റൂ. പോളിറ്റീഷ്യൻസ്, രാഷ്ട്രീയക്കാർ വരുന്നുണ്ട് കുറെ എക്സാമ്പിൾസ് കുറെ കഴിഞ്ഞിട്ട്. വോട്ടർമാരോ? വോട്ടർമാര് മോശമാണെന്ന് വിചാരിക്കുന്നു അവസരവാദികള്? എനിക്ക് ക്ലിയർ ആയിട്ട് അറിയാം. ഒന്നുമില്ലേലും തമിഴ്നാട്ടില് ആരാണോ കൂടുതൽ കാശ് തരുന്നു, 2000 രൂപയോ 3000 രൂപയോ ഏത് പാർട്ടി തരുന്നോ അവർക്ക് വോട്ടിടും. അപ്പൊ വോട്ടർമാര് അവസരം ഉപയോഗിക്കല്ലേ ആ ഇലക്ഷന്റെ ഇതിന്റെ? എഗ്രി ചെയ്യട്ടെ, എഗ്രി ചെയ്യണം നിങ്ങള് ഈ പറഞ്ഞത് ശരിയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ വോട്ടർമാര് മോശമല്ല. ഇവിടെ ജനാധിപത്യം ഒന്നുമില്ല. ഇവിടെ വെറും പണാധിപത്യം മാത്രമേ ഉള്ളൂ. എന്നൊരു പേരിന് നമ്മൾ പറയും വലിയ ജനാധിപത്യമാണ്, ജനാധിപത്യമാണ്, ജനാധിപത്യമാണ്. ഏവന്
കാശി കൂടുതൽ തൊട്ട് എറിയുന്നോ അവൻ വോട്ടിട്ട് കൊടുക്കും. അത്രയേ ഉള്ളൂ. എബ്രഹാം വർഗീസ്, താങ്ക് യു ബഷീർജി. വോട്ടർമാരും അവസരവാദികളാണ്. വക്കീലന്മാർ പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് വക്കീലന്മാരായിട്ട് കേസുമായിട്ട് പോയാൽ നിങ്ങൾക്ക് അറിയാം. അത് അവർ നിങ്ങളുടെ കയ്യിൽ നല്ല കാശുണ്ടെന്നുണ്ടെങ്കിൽ കേസ് പെട്ടെന്ന് തീർക്കത്തില്ല. കേസ് നീട്ടി കൊണ്ടുപോകും. പോസ്റ്റിംഗ് മാറ്റി മാറ്റി വയ്പ്പിക്കും. ഓരോ തവണയും പോകുമ്പോഴും കാശ് കൊടുക്കണം. ശരിയാണോ? ശരിയാണെന്നുണ്ടെങ്കിൽ എസ് ഇട്ടെ ഞാൻ ഈ പറയുന്നത്. ഓക്കെ, താങ്ക് യു മനോജ്. ഞാൻ ഇപ്പൊ അവിടെ അനുഭവിച്ചോണ്ടിരിക്കുക. എനിക്ക് അവിടെ 1-2 കേസുണ്ട്. 6 കൊല്ലായി. ഒരു കേസ് 6 കൊല്ലത്തിലേറെയായി. 6 അല്ല 8 കൊല്ലം. 8 കൊല്ലായി. എന്നിട്ട് ഇങ്ങനെ മറ്റി വെച്ചുകൊണ്ടിരിക്കും. ഓരോ തവണ ഇടയ്ക്കും മറിക്കും വിളിക്കും, കാശ് ചോദിക്കും. ഒന്നും ചെയ്തിട്ടില്ല അവിടെ, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ കാശ് മാത്രം പോണം. എഞ്ചിനീയർമാര് കൈക്കൂലി വാങ്ങിച്ചിട്ട് പാലാരിവട്ടം ഇതറിയാമല്ലോ, പാലം കെട്ടി 6 മാസത്തിനകത്ത് താഴെ വീണത് ശരിയാണോ? എങ്ങനെ വീണു? അവിടെ ഒരു ഇരുമ്പിന്റെ പോലും ഇല്ലായിരുന്നു. അറിയാമോ? അറിയാവുന്നുണ്ടെങ്കിൽ യെസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നതെല്ലാം. ഞാൻ അമേരിക്കയിലാണെങ്കിലും യെസ് താങ്ക് യു, ഞാൻ ദിവസവും നാട്ടിലെ പത്രങ്ങളെല്ലാം വായിച്ച് അതിൽ കൂടെ അറിഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഞാൻ പങ്കിടുന്നത്. എല്ലാവർക്കും ഞാൻ ടോക്ക് കൊടുക്കുമ്പോഴേ അതിൽ പറയുന്നത് വാസ്തവമായിരിക്കണം. ഓക്കെ, താങ്ക് യു മഷൂജി. അങ്ങനെ എഞ്ചിനീയർമാരും അവസരവാദികൾ, ബിസിനസ്സുകാർ വരുന്നുണ്ട് അതിന്റെ എക്സാമ്പിൾ ഇനി. പിന്നെ പറയണോ എന്തൊക്കെയാണ്? പേര് പറയാതെ തന്നെ അറിയാമല്ലോ. കന്യാസ്ത്രീകളെ കുറെ പേര് ഇത് എന്ന് പറഞ്ഞു. ഒരു ബിഷപ്പിനെ കുറെ നാളത്തേക്ക് പിടിച്ചു അറസ്റ്റ് ചെയ്ത് വിട്ടു. അങ്ങനെ പലതും ഉണ്ടല്ലേ. അടുത്ത ഹിന്ദുക്കളുടെയിലും ഒരാളുണ്ട്, അങ്ങേരെ ഭാഗത്താണ്. ഇപ്പൊ റിലീജിയസ് ലീഡേഴ്സും കിട്ടിയ അവസരം വിടത്തില്ല. സോഫാർ എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഗുഡ് എന്ന് പറഞ്ഞേ. ഇത്രയും നേരം ഞാൻ വിളമ്പിയത് ഇത് ഒരു ട്രെയിലറാണ്. കൊള്ളാമെന്നുണ്ടെങ്കിൽ ഗുഡ് ഇട്ട് ഓക്കെ. നേരിട്ടാണ് ഒരു മീറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ആവശ്യമില്ല, ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മോൻ കാണുമ്പോൾ തന്നെ അറിയാം. നിങ്ങൾ എന്നെ ഫ്രണ്ട് ഇരിക്കുകയാണെങ്കിൽ കാണാം. അതിൽ കുറെ പേര് ചിരിക്കും, കുറെ പേര് ചിലപ്പോൾ കൈയടിക്കും. അതൊന്നും ഇല്ല എനിക്ക്. ഇവിടെ കുറെ എണ്ണം ഇരുട്ടിന്റെ ആത്മാക്കളായിട്ടിരിക്കുകയാണ്. ക്യാമറ പോലും ഓൺ ചെയ്തിട്ടില്ല. ആ കൂടി മറിയാമ്മജിയും ഒരു ബാസി എന്നുള്ള 2 പേര് മാത്രമേ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ബാക്കി എല്ലാവരുടെ മുഖം അത്രയ്ക്ക് വികൃതമാണെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. മുഖം കാണിക്കാൻ പോലുള്ള യാതൊരു ഇതില്ല. കണ്ട ഭീകര രൂപമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തിനാണ് ഒരു മടിച്ചിരിക്കുന്നത്? ഒന്ന് ക്യാമറ ഒന്ന് ഓൺ ചെയ്യൂ. ചാൾസ് ഡാർവിന്റെ കൊട്ടേഷൻ ആണ്, ഓൺലി ദി ഫിറ്റസ്റ്റ് വിൽ സർവൈവ്. അങ്ങേര് പറഞ്ഞത് നല്ല ഫിറ്റ് ആയിട്ടുള്ള ഒരാൾ മാത്രമേ, ഓൺലി ദി ഫിറ്റസ്റ്റ് വിൽ സർവൈവ് അല്ല. ഞാൻ പറയുന്നു ഓൺലി ദി ഓപ്പർച്യൂണിസ്റ്റ് വിൽ സർവൈവ്. ഓപ്പർച്യൂണിസ്റ്റ് മാത്രമേ ഈ ലോകത്ത് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ത്രൈവ് ചെയ്യാനും പറ്റത്തുള്ളൂ. രക്ഷയില്ല അല്ലെങ്കിൽ. എന്റെ മിഷൻ ഓൾവേസ് ഇൻഫോം. കുറെ കാര്യങ്ങളൊക്കെ ഇൻഫോം ചെയ്യാം. ഇൻഫർമേഷൻ, ഫാക്ട്സും ഡാറ്റ. എന്നിട്ട് ഇൻസ്പയർ, ഒന്ന് കുറച്ചുപേരെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട്. നിങ്ങൾ കിട്ടുന്ന അവസരങ്ങൾ ഒന്നും നഷ്ടപ്പെടുത്തരുത്. കിട്ടുന്ന അവസരങ്ങളെല്ലാം തന്നെ ഉടനെ അങ്ങ് പിടിച്ചെടുക്കണം, വിട്ടുപോകരുത്. എന്നിട്ട് ഇതിൽ കൂടെ നിങ്ങളുടെ ബിഹേവിയറിനെ ചേഞ്ച് ചെയ്യാൻ നോക്കണം. ഞാൻ എന്റെ സെമിനാർസ് എല്ലാം ഫാക്ട്സ്, സ്റ്റോറീസ്, കൊട്ടേഷൻസ്. ഞാൻ ഫാക്ട് അല്ലാത്ത ഒന്നും, എനിക്ക് വായി തോന്നിയ ഒന്നും ഞാൻ പറയത്തില്ല. ചിലരുടെ ടോക്കൊക്കെ കൊണ്ട് ഒരു ഫാക്റ്റും ഇല്ല. അവരുടെ സ്വന്തം അഭിപ്രായ പ്രകടനങ്ങൾ. ആ അഭിപ്രായത്തിന് പിന്നിൽ എന്താണ് എവിഡൻസ്? എവിഡൻസ് ഒന്നുമില്ല. ഞാൻ കേട്ടു അങ്ങനെയാണ് പരക്കെ സംസാരം, അങ്ങനെയാണ്, അതല്ലേ എന്ന് പറയും. ഇതങ്ങനെയല്ല. ഐ പ്രസന്റ് ഫാക്ട്സ്. എബ്രഹാം ജി ഫാക്ട് ഇല്ലാത്തൊന്നും പറയത്തില്ല. ഞാൻ പറയുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഫാക്ട് എനിക്ക് കാണിച്ചു തരാണെന്നുണ്ടെങ്കിൽ 1,00,000 രൂപ ഞാൻ തരും. എത്ര രൂപ? 1,00,000 രൂപ പോരെ എബ്രഹാം ജി? ഓഫറുണ്ട് 1,00,000. ഓക്കെ.
ആൻഡ് കൊട്ടേഷൻസ്. ദെൻ ഒരുപാട് ബുക്കുകളുണ്ട്. HIV AIDS, മോളിക്കുലാർ സെൽ ബയോളജി ആൻഡ് ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻസ്. ഈ ബാക്ടീരിയ, വൈറസ് ഇതെല്ലാം തന്നെ കാത്തിരിക്കുകയാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയാൻ വേണ്ടിയിട്ട്. ആരുടെ ഒരാളുടെ അവിടെ ഇമ്മ്യൂണിറ്റി കുറവാണോ അപ്പോഴത് കയറി അറ്റാക്ക് ചെയ്യും. അപ്പം ഓപ്പർച്യൂണിറ്റി മനുഷ്യര് മാത്രമല്ല, മറ്റ് മൃഗങ്ങൾ മാത്രമല്ല, ഈ ഇൻവിസിബിൾ ആയിട്ടുള്ള മൈക്രോസ്കോപ്പിക് ആ ഓർഗാനിസംസും ദേ വെയിറ്റ് ഫോർ ഓപ്പർച്യൂണിറ്റി. ഇവിടെ അമേരിക്കയിലാണെങ്കിൽ മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് TB ആർക്കാണ് പിടികൂടുന്നത്? HIV, എയ്ഡ്സ് പേഷ്യൻസിനാണ്. എയ്ഡ്സ് പേഷ്യൻസിനാണ് അത് പിടികൂടുന്നത്. സോ ആർ യു കൺവിൻസ്ഡ്? ഇപ്പം കൺവിൻസ് ആയോ? കൺവിൻസ് ആയെന്നുണ്ടെങ്കിൽ C ഇട്ടെ അല്പത്തില് ചാറ്റ് ബോക്സിൽ C, ഈ ഉദാഹരണത്തോടുകൂടി. ഓക്കെ, താങ്ക് യു എബ്രഹാം വൈദ്യൻജി. ഇവിടെ കുറെ നവ്യൊക്കെ ഉണ്ട്. അവർ സിനിമയിൽ അഭിനയിക്കുന്ന നവ്യാണോ ആരാണെന്ന് അറിഞ്ഞുകൂടാ. ആരും തന്നെ ആ ചാറ്റ് ബോക്സിലോട്ട് ഒന്നും ഇടുന്നില്ല. ഒന്ന് ദയവ് ചെയ്തതല്ല ഇടനെ. ഇങ്ങനെ എത്ര തവണ ഞാൻ പറയണം കേട്ടാ? കഷ്ടമാണിത്. ഓക്കെ, താങ്ക് യു. വിട്ടവർക്ക് താങ്ക്സ്. ഫൈൻഡിങ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി, ദി ഓപ്പർച്യൂണിറ്റീസ്. Communism, capitalism, socialism, terrorism, tourism, they all depend on opportunism to survive and thrive. എന്ത് വേണമെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ത്രൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എബ്രഹാം വൈദ്യൻജി, ഞാൻ ഈ പറയുന്നത് ശരിയാണോ എന്നുള്ളതിന് ഒരു എക്സാമ്പിൾ ഞാൻ പറയാണ്. കമ്മ്യൂണിസം കുറെ നാൾ ത്രൈവ് ചെയ്തു. എവിടെ? വെസ്റ്റ് ബംഗാളിൽ. ഇപ്പോഴവിടെ ഉണ്ടോ? ഇപ്പോഴവിടെ ത്രൈവ് ചെയ്യുന്നുണ്ടോ? കഴിഞ്ഞ 2 തവണയായിട്ട് അസംബ്ലിയിൽ 0 സീറ്റാണ്. 0. കമ്മ്യൂണിസം ത്രൈവ് ചെയ്യുന്നില്ല അവിടെ. ആ കൂടെ ത്രൈവ് ചെയ്യുന്നത് കൊച്ചു കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ലോകത്ത് മിക്കയിടത്തും ഇല്ല. എല്ലാം എക്സ്റ്റിങ്ക്റ്റ് ആയി. പണ്ട് ഡൈനോസർ എല്ലാം പോയി. ഇപ്പൊ ഡൈനോസർ എവിടെയും കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഡൈനോസർ എല്ലാം പോയി. അതുപോലെ കമ്മ്യൂണിസം മിക്ക രാജ്യത്തിലും ഇല്ല. കൊച്ചു കേരളത്തിൽ മാത്രം തഴച്ചു വളരുന്നുണ്ട്. ശരിയാണോ? ശരിയാണെങ്കിൽ എസ് ഇട്ടെ. ഞാൻ ഈ പറഞ്ഞത് ഫാക്റ്റ് ആണ്. ശരിയാണെങ്കിൽ ഒരു എസ് ഇട്ടെ, കേക്കട്ടെ, ഞാൻ കാണട്ടെ. യെസ്, ഓക്കെ എബ്രഹാം ഇന്ത്യൻ. പിന്നെ ഒരാൾക്ക് മാത്രമേ ഉള്ള യെസ്. ബാക്കി എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ ഇതായിട്ടിരിക്കുകയാണ്. കൈയെല്ലാം തളർന്ന് സ്വാഷിച്ച് നിൽക്കി. ഓക്കെ, മഷൂദ്ജി, മറിയാമ്മജി, യെസ്, താങ്ക് യു. ഇൻ ദി മിഡ്സ്റ്റ് ഓഫ് ഡിഫിക്കൽറ്റി ലൈസ് ഓപ്പർച്യൂണിറ്റി. ഐൻസ്റ്റൈൻ പറഞ്ഞാല് നമ്മൾ വിചാരിക്കും അയ്യോ വല്ലാത്ത അഡ്വേഴ്സിറ്റിയാണ്, വല്ലാത്ത ഇതാണെന്ന് പറഞ്ഞ് ഇങ്ങനെ വരണ്ടു നിൽക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ ഓപ്പർച്യൂണിറ്റി ഒളിഞ്ഞു കിടപ്പുണ്ട്. അതിനുള്ളിൽ ഓപ്പർച്യൂണിറ്റി ഒളിഞ്ഞു കിടപ്പുണ്ട്. അതിന് നല്ല ഉദാഹരണം ഞാൻ പറഞ്ഞുതരാൻ പോവാണ്. ഓപ്പർച്യൂണിറ്റി, ആ ഓപ്പർച്യൂണിറ്റി കണ്ടെത്തി ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ഉണ്ടാക്കിയെടുത്തത് ബിസിനസ്. അവിടെയാണ് മിടുക്ക്. ആരാണ്? ഫൈസർ. കോവിഡ് വന്നു, പാൻഡമിക്കായി, ലോകമാകെ എല്ലാവരും ഇങ്ങനെ പേടിച്ച് വരണ്ടിങ്ങനെ നിൽക്കുന്നു. കോവിഡ് ഇത്രയും മരണം ദിവസം ന്യൂസ് പേപ്പറിൽ ഇട്ടോടനെ ഇന്നാ പിടിച്ച ഒരു വാക്സിനായിട്ട് വരുന്നുണ്ട്. കംപ്ലീറ്റ് ട്രയൽ ഒന്നും നടന്നിട്ടില്ല. അതിന്റെ സേഫ്റ്റി ഒന്നും ഇതായിട്ടില്ല. എന്നിട്ട് എത്രയാണ് അവരുണ്ടാക്കിയത്? എത്ര ബില്യൺ ഡോളേഴ്സ് എന്നറിയാമോ? എത്ര ബില്യൺസ് ഓഫ് ഡോളേഴ്സ്. എന്നിട്ട് ആ വാക്സിൻ കൊണ്ട് പ്രിവെന്റ് ചെയ്യാൻ പറ്റിയോ? ഇല്ല. മരിക്കാതിരുന്നോ? ഇല്ല. 6 ഡോസ് വാക്സിൻ എടുത്ത എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ അമേരിക്കയിലുള്ള കാർഡിയോളജിസ്റ്റ്, പുള്ളിക്കാരന് കാര്യമായിട്ട് കോവിഡ് പിടിവിട്ട് ഒരാഴ്ച ICUയിൽ കിടപ്പുണ്ടായിരുന്നു, ന്യൂമോണിയയിലായിട്ട്. അപ്പോൾ ഈ വാക്സിന്റെ എന്തൊന്നാണ്? പക്ഷെ അവർ കാശുണ്ടാക്കി. ഓപ്പർച്യൂണിറ്റി. ഓപ്പർച്യൂണിറ്റി തീർന്നില്ല. അതിന്റെ കൂടെ എന്താണ്? വേറെയും കുറെ പേര് ഓപ്പർച്യൂണിറ്റി കണ്ടു. കോവിഡ് മാത്രം ആ ഒറ്റ സിറ്റുവേഷനിൽ ഓപ്പർച്യൂണിറ്റി കണ്ടവരെല്ലാം കാശ് കൊയ്ത്തുവാരി. N95 മാസ്ക് അന്ന് എത്ര ഇതായിരുന്നു അറിയോ? ഇവിടെ അമേരിക്കയിൽ തന്നെ കിട്ടാനില്ല. പരക്കം പായുന്ന ആൾക്കാര്, കടക്കാര് തോന്നിയ വില വയ്ക്കുന്നു. നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ MRP ഒന്നും ഇല്ല. ഇവിടെ അമേരിക്കയിൽ MRP ഇല്ല. കടക്കാരും വയ്ക്കുന്ന വില തന്നെ.
അപ്പൊ രണ്ടും വെച്ച് പൈസ ഉണ്ടാക്കിയല്ലോ. ഈ എക്സാമ്പിൾ നിങ്ങൾക്ക് കൺവിൻസ് ചെയ്തോ? എന്നാ ചെയ്യട്ടെ. ഈ ഒരു എക്സാമ്പിൾ, ഇനി ഒരുപാടുണ്ട്, സമയമില്ല നമുക്ക് ആ കൂടി 40-45 മിനിറ്റല്ലേ ഉള്ളൂ. എബ്രഹാം വൈദ്യജി ഒരു ഡോക്ടർ ശങ്കരനാരായണന്റെ ഫാന് മാത്രം കാണുന്നുണ്ട്. ഒന്ന് വല്ലപ്പോഴും ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ഇടണേ, ഒരു ആൽഫബറ്റ് ആ കീബോർഡിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് നോക്കി ഞെക്കിയാൽ മതി. ഓക്കെ, താങ്ക് യു മറിയം ജി. എന്നാ വിട്ടില്ല. ഒരു ബാബ രാംദേവ് നിങ്ങൾ കണ്ടു കാണുമല്ലോ. ബാബ രാംദേവ് അങ്ങേരും അതിനിടയ്ക്ക് അങ്ങേരും ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം അങ്ങേരും കൊണ്ടുവന്നത് എന്തോന്നാണ്? കൊറോണിൽ അങ്ങയുടെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണെന്നുള്ളത് ദൈവത്തിന് പോലും അറിഞ്ഞുകൂടാ. അവിടെ നിന്ന് അങ്ങേര് വികസിപ്പിച്ചെടുത്തു കൊറോണിൽ. അതിന് അങ്ങയുടെ ഓപ്പർച്യൂണിറ്റി എന്താണ്? അങ്ങേർക്ക് BJP-യുമായിട്ട് നല്ല ഇടപാടുണ്ട്, കണക്ഷൻ ഉണ്ട് BJP നേതാക്കളുമായിട്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു? അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ഇങ്ങനെ മെഡിക്കൽ അലോപ്പതി ഡോക്ടറാണ്, ഡോക്ടർ ഹർഷവർദ്ധൻ. എന്നിട്ട് മറ്റേ നിതീഷ് ഗഡ്കരി, ഈ രണ്ടുപേരെയും വിളിച്ചു വരുത്തി അവരുടെ ഇതിൽ വെച്ചിട്ടാണ് ആ മരുന്നിന്റെ ഇനാഗുറേഷൻ. അപ്പൊ പൊതുജനത്തിന് വിശ്വാസം വരുമോ ഇല്ലയോ? ഇല്ലയോ ഡോക്ടർ ഇസ്മായിൽ സേട്ട് ഇങ്ങനെ ചെറിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നാ പറ്റത്തില്ല. അതിൽ എണ്ണ എന്തെങ്കിലും വിശ്വാസം വരുമോ ഇല്ലയോ? അതുകൊണ്ട് എന്തായി? അങ്ങേര് കോടിക്കണക്കിനാണ്, എന്റെ കണക്കിന് മനസ്സിലാക്കി 250 കോടി രൂപയാണ് കച്ചവടം നടത്തിയത് അടുത്ത കുറെ മാസങ്ങളുണ്ട്. കൊറോണയിൽ ഒരു ഗുണവും ഒന്നുമില്ല. ഓപ്പർച്യൂണിസ്റ്റ്. ഗോട്ട് ഇറ്റ്? അതാണ് ഓപ്പർച്യൂണിസ്റ്റിന്റെ കഴിവ്. അവര് നേരത്തെ പറഞ്ഞു ഗുഡ് ഓർ ബാഡ്. ചിലപ്പം ബാഡ് ആയിരിക്കാം, ചിലപ്പോൾ ഗുഡ് ആയിരിക്കാം, ചിലപ്പോൾ റൈറ്റ് ആയിരിക്കാം, ചിലപ്പോൾ റോങ് ആയിരിക്കാം. ഇവിടെ അത് അയാൾക്ക് ഗുഡ്, പക്ഷെ ബാക്കിയുള്ളവർക്ക് ബാഡാണ്. ഡു എഗ്രി? എഗ്രി ചെയ്യട്ടെ. ബാബ രാംദേവിന് ഗുഡാണ്, പക്ഷേ വാങ്ങിച്ചവർക്കല്ല അത് ബാഡാണ്. ഓക്കെ, താങ്ക് യു. ഹൈക്കോടതി അവസാനം ഇടപെട്ട് അവസാനം അതിനെല്ലാം നിർത്തിച്ചു. കൊറോണയിൽ ടാബ്ലറ്റ്. ഇപ്പോൾ ഇവിടുത്തെ അമേരിക്കൻ പ്രസിഡന്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയും, ഞാൻ രാഷ്ട്രീയമല്ല ഞാൻ അവിടെ പറയാൻ വരുന്നത്. ആദ്യം ഒന്ന് മനസ്സിലാക്കണം, നിങ്ങളെല്ലാം ഹോമിയോപ്പതി എല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് സാമാന്യ ബുദ്ധി ഉപയോഗിക്കണം. ഞാൻ പറയുന്നതെല്ലാം ഈ ടോക്കിന് റിയൽ ആയിട്ടുള്ള ലൈഫിലുള്ള എക്സാമ്പിൾസ് പറയുകയാണ്. മോഡിയെ കാണിച്ചാൽ കുറെ പേർക്ക് ഉടനെ നീറ്റൽ വരും, ചൊറിച്ചലും തടിപ്പും എല്ലാം വരും മോഡിയെ കാണിച്ചാൽ. കേട്ടോ, എന്താണെന്ന് എനിക്കറിയൂടാ. അതെ അതെ, അപ്പൊ അങ്ങനെ ഫാക്റ്റാണ്. എന്താണ് ഇപ്പോൾ വന്നത്? റഷ്യ ഉക്രൈൻ യുദ്ധം 4 കൊല്ലത്തിന് മുമ്പ് വന്നപ്പോൾ, അതിനു മുമ്പെല്ലാം നമ്മൾ ഈ ഓയിൽ പെട്രോൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത് സൗദി അറേബ്യ, വെനിസുലായിരുന്നു. റഷ്യയിൽ നിന്ന് വാങ്ങിക്കുന്നത് 1% പോലും ഇല്ല, കഷ്ടിച്ച്, അല്ലെ അത്രേ ഉള്ളൂ. അപ്പോഴുടെ തന്നെ പുട്ടിൻ അങ്ങേരെ ഒരു ഓപ്പർച്യൂണിറ്റി കാണുന്നു വെച്ചാൽ അങ്ങേര് മുഴുവനും സാങ്ഷൻസ് ആണ്. അങ്ങേര് കാശ് വേണ്ടേ? പുട്ടിനും ചെറുതായിട്ട് പുട്ടടിക്കണ്ടേ? പുട്ട് കഴിക്കാനുള്ള കാശ് വേണ്ടേ? എബ്രഹാം വൈദ്യജി, കാശില്ലാതെ പുട്ടാൻ എങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ അങ്ങേര് പറഞ്ഞു ഞാൻ പെട്രോളിന്റെ വില കുറച്ച് തരാം, ഡിസ്കൗണ്ട്. ഉടനെ ചൈന കയറി വാങ്ങിച്ചു, കുറെ നമ്മളും കയറി എന്റെ കൂടെ വാങ്ങിച്ചു. ഡോളർ വേണ്ട, നിന്റെ രൂപ തന്നാ മതി. ഗാന്ധിജിയുടെ ആ പടമുള്ള രൂപ തന്നാലും നമ്മൾ തന്നേക്കാം. അങ്ങനെ ഗാന്ധിജിയെ നമ്മൾ റഷ്യയിലോട്ട് പറഞ്ഞു വെച്ചു കേട്ടോ. അങ്ങനെ രൂപയിൽ കൂടെയാണ് നമ്മൾ വാങ്ങിച്ചു. കാരണം എത്ര നമ്മൾ ബില്യൺസ് ആണ് സേവ് ചെയ്യാൻ പറ്റിയത്. ഇനി കുറെ പേര് പറയും അങ്ങനെ സേവ് ചെയ്തിട്ട് നമ്മുടെ ഇവിടുത്തെ പെട്രോൾ ഒരു വില കുറഞ്ഞില്ലല്ലോ, ഒരു പൈസ പോലും കുറച്ചില്ലല്ലോ, ഒരു പൈസ പോലും കുറഞ്ഞില്ലല്ലോ. ശരിയാണ്, ശരിയാണ്. ആ പൈസ ആയാലും മോഡി വീട്ടിക്കൊണ്ട് അങ്ങയുടെ അമ്മയ്ക്കോ ഭാര്യയ്ക്കോ എല്ലാം കൊടുത്തില്ലല്ലോ. ആ പൈസ എല്ലാമാണ് വെൽഫെയർ പ്രോഗ്രാം. ഒരു 10 കോടി കക്കൂസ് കിട്ടിക്കൊടുക്കണം, ആകാശത്ത് ഭാഷ വരുമോ? വേറെ പലതരത്തിലുള്ള വെൽഫെയർ പ്രോഗ്രാമിന് എവിടെ നിന്ന് കാശ് വരും? തുട്ട് വരണ്ടേ? ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് തെക്കും വടക്കും ഓടുന്നതെല്ലാം ഇത്ര ഇറക്കണമെന്നുണ്ടെങ്കിൽ കാശ് വേണ്ടേ? 70 എയർപോർട്ട് കൂടുതൽ കെട്ടണമെന്നുണ്ടെങ്കിൽ കാശ് വേണ്ടേ? ഒരുപാട് പേർക്ക് ഫ്രീ ബി കൊടുക്കുന്നുണ്ടെങ്കിൽ കാശ് വേണ്ടേ? അപ്പൊ ഇതാണ് ഈ കാശ് വന്നത്. ഇപ്പം പിടികിട്ടിയോ? ഇതില്ലാതെ കുറെ പേര് എൻ്റെ അടുത്ത് ചാടി വീഴും. അതുകൊണ്ട് ഇവിടെ പെട്രോൾ ഒന്ന് വില കുറച്ചില്ലല്ലോ,
സാധാരണക്കാരന് എന്തൊരു കഷ്ടമെന്ന് അറിയാം. ഏത് സാധാരണക്കാരനാണ് അവിടെ ഇപ്പൊ 2 കാറ് 2 സ്കൂട്ടറാണ് ഇപ്പോൾ മിക്കവരും ഇരിക്കുന്നത്. എവിടെയാണ് സാധാരണക്കാരൻ? ഈ പെട്രോൾ ഉപയോഗിക്കുന്ന ആരാണ്? എബ്രഹാം വൈദ്യൻജി. ഇവിടെ സാധാരണക്കാരൻ എവിടെ ഉണ്ട്? അവിടെ 2 കാറ് 2 സ്കൂട്ടർ ശരിയാണെന്ന് എസ് ഇട്ടെ ഞാൻ ഈ പറയുന്നത്. അവിടെ അങ്ങനെ ഇതെല്ലാം ഉപയോഗിക്കുന്നവരാണ് പറഞ്ഞിരുന്നത്. ഞാൻ സാധാരണക്കാരനാണ്, സാധാരണക്കാർ ഇവിടെ കഷ്ടപ്പെടുകയാണ്, വലിയ കഷ്ടമാണ് ഇവരെ. അങ്ങനെ നമ്മൾ അതിനെ ഓപ്പർച്യൂണിസ്റ്റായി. മോഡി ആ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്തിയില്ല. അതുകൊണ്ട് നാടിന് ഗുണം ചെയ്തു. അവിടെ ഓപ്പർച്യൂണിസം ബാഡല്ല, ഗുഡാണ് നമ്മുടെ റിസർവിന്. ഇത് ശരിയാണെങ്കിൽ നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ ഇട്ടെ. നേരെ മോഡി അതും കൊണ്ട് ഓടിപ്പോയി വേറെ വല്ലതും ചെയ്യണമെങ്കിൽ കംപ്ലീറ്റ് വെട്ടിച്ചെന്ന് പറയാം എബ്രഹാം വൈദ്യജി. ഈ പി എന്താണ്? ഞാൻ എന്നാണ് ചോദിച്ചത്. പി എന്താണെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. എന്താണ് പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാൻ ചോദിച്ചത് ആണോ എസ് ആണോ? എഗ്രി ചെയ്യണമെന്ന് വെച്ചാൽ എസ് നടാം, അല്ലെങ്കിൽ നടാം. ഇത് ഓക്കെ. ഞാൻ പറഞ്ഞില്ലേ, ചിലർക്ക് ഞാൻ പറയുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. മോഡിയുടെ പേര് പറഞ്ഞാൽ ഉടനെ എന്നെ സംഘിയെന്ന് മുദ്രവെത്തു. അതിൽ കൂടെ അവർക്കൊരു സംതൃപ്തിയായി. ഞാൻ സംഘിയല്ല, മങ്കിയല്ല, പിങ്കിയും അല്ല. ഞാൻ കംപ്ലീറ്റ്ലി ഇതായിട്ട് ഫാക്റ്റാണ് പറയുന്നത്. ബിൽ ക്ലിന്റൺ, മോണിക്ക ലെവിൻസ്കി. എന്താണ് സംഭവിച്ചത്? വൈറ്റ് ഹൗസിനകത്ത് ഓവൽ ഓഫീസിൽ സ്വകാര്യത 100%. അവിടെ ഒരാളും ഇല്ല, അവിടെ ഒരു ക്യാമറ ഇല്ല, ഒന്നുമില്ല. കംപ്ലീറ്റ് സേഫ് ആൻഡ് സെക്യൂർ ആകുമ്പോൾ 2 പേർക്കും അവരുടെ വികാരക്ഷോഭം വന്നപ്പോൾ 2 പേർക്കും അവിടെ അവർക്ക് എന്തെല്ലാം ചെയ്യണമെന്ന് തോന്നിയോ എല്ലാം ചെയ്തു. അപ്പൊ ഒരു ഓപ്പർച്യൂണിറ്റി വന്നോണ്ട് 2 പേരും ഉപയോഗിച്ചു. അത് ശരിയാണോ തെറ്റോ എന്നുള്ളതല്ല. അവിടെ they use that opportunity. പിന്നെ ആ മണ്ടിപ്പെണ്ണ്, ആ ലെവിൻസ്കി, അവരുടെ കൂട്ടത്തിലുള്ള ഒരു കൂട്ടുകാരെടുത്ത് ഒരാളത്ത് പറഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം പുറത്തു വന്നത്. അല്ലെങ്കിൽ ആരും അറിയത്തില്ലായിരുന്നു. മറിയാമ്മ ജോൺ ഈ കാര്യം ഒന്നും അറിയത്തില്ലായിരുന്നു. ഇതൊക്കെ അറിഞ്ഞത് മറിയാമ്മ ജോൺ അറിഞ്ഞത് ആ മണ്ടിപ്പെണ്ണ്, ആ മോണിക്ക കയറി പുറത്ത് പറഞ്ഞുകൊണ്ടാണ്. കേട്ടോ മറിയാമ്മജി? അതെ, ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഞങ്ങളുടെ ഹിന്ദു ഇതിലുള്ളതിൽ വിശ്വസിക്കുന്നതിൽ വിശ്വാമിത്ര പോലും വിട്ടില്ല. മേനക വന്നോണ്ടേ. വിശ്വാമിത്ര മഹർഷിയാണ്, സാധാരണ ഋഷിയല്ല, മഹർഷിയാണ്. ഒരു ഓപ്പർച്യൂണിറ്റി വന്ന് കാട്ടിനകത്ത് അങ്ങനെ തപസ് ചെയ്തിരിക്കുന്നു, ഒരു കോഴിക്കുഞ്ഞും ഇല്ല ചുറ്റും. മേനക വന്ന് ഫ്രണ്ടിൽ വന്നിട്ട് നന്നായിട്ട് ഡ്രസ് ചെയ്യുന്നു, ഡാൻസ് ചെയ്യിക്കുന്നു. പിന്നെ അങ്ങേര് വിടുവോ? അങ്ങേര് കണ്ടോ കമണ്ടോ കൊണ്ടല്ലോ എല്ലായിടത്തും എറിഞ്ഞേച്ച് അങ്ങേരും മേനയുടെ കൂടെ ഡാൻസ് കളിച്ച അവസാനം ഒരു കുഞ്ഞുണ്ടായി. ഇങ്ങനെയുണ്ട് ഈ പറഞ്ഞ ഫാക്ട്. ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഇൻട്രസ്റ്റിംഗ് ആണെച്ചാൽ അയ്യട്ടെ. ഇൻട്രസ്റ്റിംഗ് ആണെച്ചാൽ ഒരു അയ്യട്ടെ. അങ്ങനെ അവസരം വന്നാൽ മഹർഷിമാര് പോലും അങ്ങ് ഇറങ്ങി ഇതായിട്ട് വരും. അതുകൊണ്ട് അവസരം കിട്ടാത്തതുകൊണ്ടാണ് കുറെ പേരൊക്കെ നല്ല പിള്ളയായിട്ട് ചമഞ്ഞ് നിൽക്കുന്നത്. ഒരു അവസരം കൊടുത്തു നോക്കി, അപ്പോഴറിയാം അവരുടെ തനി നിറം. എപ്സ്റ്റൈൻ എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ എത്ര പേര് ന്യൂസ് പേപ്പറൊക്കെ വായിക്കുന്ന ശീലം വല്ലവർക്കും ഉണ്ടെങ്കിൽ അറിയാം. എപ്സ്റ്റൈൻ, ഇത് ട്രംപ്, എപ്സ്റ്റൈൻ, ബിൽ ക്ലിന്റൺ. എപ്സ്റ്റൈന്റെ ഫയലുകൾ വെച്ചുകൊണ്ട് അതിൽ എപ്സ്റ്റൈന് എനിക്ക് ഒറ്റ വിഷമേ ഉള്ളൂ, എന്റെ പേര് അതിലില്ല. അങ്ങനെ എന്റെ പേര് ഒഴിച്ച് ദലൈലാമയുടെ പേരുണ്ട്, മോഡിയുടെ പേരുണ്ട്, എല്ലാവരുടെയും പേരതിലുണ്ട് കേട്ടോ. അങ്ങയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ളതിൽ അതാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. എപ്സ്റ്റൈൻ ഫയൽസ്. അങ്ങേര് സെക്സ് ട്രാഫിക്കിന്, അങ്ങേര് പ്രായപൂർത്തിയാകാത്ത പെമ്പിള്ളേരെ മാമാപ്പണി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങേര് ഒരു ചെറിയൊരു ഐലൻഡിൽ ഒരു വലിയൊരു ബംഗ്ലാവ് വെച്ച് പ്രൈവസി ഉണ്ട്. അവിടെ ബിൽ ക്ലിന്റൺ പോയിട്ടുണ്ട്, ബിൽ ഗേറ്റ്സ് പോയിട്ടുണ്ട്, അവിടെ ട്രംപ് പോയിട്ടുണ്ട്. അവരുടെ കൂടെ എല്ലാം നിൽക്കുന്ന ഫോട്ടോ എടുത്തു വെച്ച് അയാൾ ശരിക്കും ഒരു ബ്ലാക്ക് മെയിലർ ആയിരുന്നിരിക്കണം. അങ്ങേരെ പിടിച്ച് വേറെ ഒരു പ്രായപൂർത്തിയാകാത്ത ഒരു പെണ്ണിന്റെ ഒരു കേസ് വെച്ചിട്ട് അങ്ങേരെ പിടിച്ച് അറസ്റ്റ് ചെയ്തു. ട്രയൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജയിൽ സെല്ലിനകത്ത് ഹി വാസ് ഫൗണ്ട് ഡെഡ്, ആത്മഹത്യ എന്ന് പറയുന്നു. ദൈവത്തിനും അങ്ങേർക്ക് മാത്രമേ അറിയാവൂ അത് ആത്മഹത്യയാണോ എന്താണെന്നുള്ളത്. ബട്ട് ദി പോയിന്റ് ഐ എം ട്രൈങ് ടു മേക്ക് ഈസ്, ആസ് എ ബ്ലാക്ക് മെയിലർ അയാൾ ആ ഓപ്പർച്യൂണിറ്റി ഉപയോഗിച്ചു.
ഐലൻഡിൽ ചെന്ന് ഒരു ഇത് വെച്ചു. കൊച്ചു പെമ്പിള്ളേരെല്ലാം അവിടെ സംഘടിപ്പിച്ചു. ഈ പറഞ്ഞ ട്രംപിനെ മറ്റവരെ എല്ലാവരെയും അവിടെ ചെയ്തു. പാർട്ടി ഹോസ്റ്റ് ചെയ്തു. പടങ്ങളെല്ലാം എടുത്തു, വീഡിയോ എടുത്തു. ആൻഡ് ഈ ബിക്കേം എ ബിഗ് ഷോട്ട്. അയാൾ ഒന്നും അല്ലാത്തൊരുത്തനാണ്. പക്ഷേ ഇത് ക്ലിയർ ആയോ? ക്ലിയർ ആയെങ്കിൽ ചെയ്യട്ടെ. ഞാൻ കറന്റ് ആനുകാലികമായിട്ടുള്ള റിയൽ ലൈഫ് ന്യൂസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ക്ലിയർ ആണെങ്കിൽ ഒരു ചെയ്യട്ടെ. ഓക്കെ, താങ്ക് യു മഷൂജി, താങ്ക് യു ബ്രഹ്മേദിജി. എനിക്ക് ദിവസവും ഞാനൊരു 4 മുതൽ 6 മണിക്കൂറാണ് ഞാൻ ഈ ന്യൂസ് മുഴുവനും വായിക്കുന്നത്, പല പത്രങ്ങളിലുള്ളത്, ഒരുപാട് കാണുന്നത്. എനിക്ക് അതാണ് വേണ്ടത്, മെറ്റീരിയൽ. അല്ലെങ്കിൽ എന്റെ വെബിനാർ നടത്തിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. ബാക്കിയുള്ള വെബിനാറെല്ലാം തിയറി പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ റിയൽ ലൈഫ് ഇതാണ് ഇടുന്നത്. ഓപ്പർച്യൂണിറ്റീസ് ആർ ഓപ്പൺ മൈൻഡഡ്. ആരാണ് ഓപ്പർച്യൂണിറ്റീസ് ആകുന്നത്? അവർ തുറന്ന മനസ്സ്, ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ളവർ മാത്രമേ ഓപ്പർച്യൂണിറ്റീസിനെ കാണത്തുള്ളൂ. ഓപ്പൺ മൈൻഡഡ്, കൊള്ളാം, ആ ഐഡിയ കൊള്ളാം, ഓപ്പൺ മൈൻഡഡ് ആണ്. ഇനി അവരുടെ അടുത്ത പ്രത്യേകത എന്താണ്? ഓപ്റ്റിമിസ്റ്റ് ആയിരിക്കും. ചെയ്താ ശരിയാവും കേട്ടാ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഒരു കുഴപ്പമില്ല. ഒന്ന് പോയാ ഒരു വാക്ക്, കിട്ടിയ ഒരു ആന. കേട്ടിട്ടുണ്ടോ ഇബ്രാഹിം വൈദ്യൻജി? പോയാ ഒരു വാക്ക്, അല്ലേ, ആന തരും. അല്ലെ ഒരു ആനയെ കൊണ്ടുപോകുമ്പോൾ ആനയെ തരും ചോദിക്കും. ഇയാൾക്ക് എന്താ വട്ടാണ്? പോയാ ഒരു വാക്ക്, കിട്ടിയ ഒരു ആന കിട്ടിയില്ലേ? അതാണ് ഈ ഓപ്പർച്യൂണിറ്റീസ്. റിസ്ക് ടേക്കേഴ്സ് ഫ്ലെക്സിബിൾ, റിജിഡ് അല്ല, അഡാപ്റ്റബിൾ, സാഹചര്യത്തിന് ഒത്തുമാറാനായിട്ടുണ്ട്. ദേ ആർ ഇമ്മ്യൂൺ ടു ക്രിറ്റിസിസം. ഇതാണ് ഏറ്റവും വൺ ഓഫ് ദി കെ. ബാക്കി 4 പേര് അവരെ കളിയാക്കി വേറെ എന്ത് പറഞ്ഞാലും ഒന്നുമില്ല. നമ്മളവിടെ ചുമ്മാ പറയും തൊലിക്കെട്ടിയെന്ന്. ഇത് തൊലിക്കെട്ടിയല്ല, ഇത് മനക്കെട്ടിയാണ്. ആദ്യം മനസ്സിലാക്കണം. ദിസ് ഈസ് കോൾഡ് സ്ട്രോങ് മൈൻഡ്. ദേ ആർ നോട്ട് അഫ്രൈഡ് ഓഫ് ക്രിറ്റിസിസം. അതുണ്ടെങ്കിൽ ഇനി ജീവിക്കാൻ പറ്റത്തുള്ളൂ. ആ ഇമ്മ്യൂണിറ്റി ക്രിറ്റിസിസം വളർത്തണം. അതില്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ എന്നാണ്ട് ഒരുത്തന്നെ ബസ്സിൽ അവന്റെ ഒരു പെണ്ണ് കയറി അവന്റെ അപ്പുറത്ത് എന്നാണ്ട് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്തു. അത് ന്യൂസ് കേട്ടായിരുന്നോ? ഒരു ചെറുപ്പക്കാരൻ. ഇല്ല, കേട്ടിട്ടില്ല. മറിയാമ്മജി കേട്ടിട്ടില്ല? ആത്മഹത്യ ചെയ്തു. എന്നുവെച്ചാൽ അവൻ ഒരു ചെറിയൊരു നിസ്സാര ഒരു കാര്യം അപ്പൊ തന്നെ ആത്മഹത്യ ചെയ്യാണ്. മനക്കെട്ടി വേണം. അതില്ല. അതുണ്ടെങ്കിലേ ഇതാകാൻ പറ്റത്തില്ല. ഇമ്മ്യൂണിറ്റി ഫെയിലിയേഴ്സ്. ഒരു അറ്റംപ്റ്റ് ചെയ്തു, തോറ്റു. ഒരു പരീക്ഷ എഴുതി, ജയിച്ചില്ല. എത്ര പേര് ആത്മഹത്യ ചെയ്യുന്നുണ്ട് ഇല്ലേ? ഓരോ തവണയും നീറ്റും കീറ്റും എല്ലാം കഴിയുമ്പോൾ തന്നെ കുറെ പേര് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. എന്താണ്? കറേജ് ഇല്ല, ഓപ്പർച്യൂണിസ്റ്റ് അല്ല. They are go-getters. Opportunities are good at spotting opportunities. Opportunity എവിടെ ഉണ്ട് അവർ ഉടനെ തിരിച്ചറിയും. അതാണ് ആ സ്പോട്ടിംഗ് ഓപ്പർച്യൂണിറ്റി ആണ് ഫൈസർ ചെയ്തത്. ബാബ രാംദേവ്, he spotted an opportunity. Agreed? agreed ആണെങ്കിൽ അവർ രണ്ടുപേരും in the middle of difficulty there is an opportunity. ആൻഷ്യൻ പറഞ്ഞ പോലെ അതിനുള്ളിൽ കിടക്കാണ് ഒരു ഓപ്പർച്യൂണിറ്റി. അതവർ കണ്ടു. മസൂജി, താങ്ക് യു. അത് കണ്ടുകൊണ്ട് അവരെന്ത് ചെയ്തു? ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്യാന്ന് അല്ല, ഗ്രാബ് ദി ഓപ്പർച്യൂണിറ്റി. പെട്ടെന്ന് ഉടനെ ആ ഓപ്പർച്യൂണിറ്റിയെ പിടിച്ചെടുക്കുന്നു. അതില്ലാന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ഇനി ഞാൻ എന്റെ റിയൽ ലൈഫ് എക്സാമ്പിൾ പറയാം. നിങ്ങൾ എത്ര പേരാണ് Y2K കേട്ടിട്ടുണ്ടെങ്കിൽ എസ് ഇട്ടെ. Y2K എന്ന് പറഞ്ഞ് ആ 2000 ആണ്ടിൽ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അന്നത്തെ വലിയ ഇഷ്യൂ ആയിട്ട് ന്യൂസ് പേപ്പറിലെല്ലാം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഒരാളെ കേട്ടിട്ടുള്ളൂ. ബാക്കി കോഴിക്കുഞ്ഞുങ്ങളൊക്കെ എന്താണെന്ന് അറിഞ്ഞൂടാ. എനിക്ക് ഇവിടുന്ന് നിങ്ങളുടെ മനസ്സ് വായിക്കാനായിട്ടുള്ള പ്രത്യേക കഴിവൊന്നും ഇല്ല മക്കളെ. എന്നെക്കാളും പ്രായം മിക്കവർക്കും കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരും മക്കളെ എന്ന് വിളിക്കുന്നത്. 1 8. ഓക്കെ, മറിയാമ്മ ജോൺ ടി കേട്ടിട്ടില്ല. Y2K എന്ന് പറഞ്ഞാൽ Y ഇയർ, 2 K 2000 ആണ്ടിന് ഈ കമ്പ്യൂട്ടറെല്ലാം വന്നത്
അതിന് മുമ്പുള്ളതാണ് ഡെവലപ്പ് ചെയ്തത്. പ്രോഗ്രാം എല്ലാം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫേക്ക് ഇൻഫർമേഷനും ന്യൂസും സ്പ്രെഡ് ചെയ്തു. ഇത് 2000 ആണ്ട് 1999 ഡിസംബർ 31 ആകുമ്പോൾ ഈ ലോകത്തുള്ള മിക്ക കമ്പ്യൂട്ടറും പ്രവർത്തനം ഇതായി പോകും. പ്രോഗ്രാം ചെയ്തിട്ടില്ല. 2000 ആണ്ട് കഴിഞ്ഞാലുള്ളത് ശരിയായിട്ടില്ല. ഭീതി ഉണ്ടായി. അതെല്ലാം ആകുമ്പോൾ ബാങ്കിങ് സെക്ടറിലെ ട്രാൻസാക്ഷൻ എല്ലാം ഇതാവും, എല്ലാം കുളമാവും. പേടി. അങ്ങനെ വരുമ്പോ എന്താണ്, 31 തീയതി പ്ലെയിനിൽ കയറാൻ എല്ലാവർക്കും പേടി. എന്നുവെച്ചാൽ രാത്രിയിൽ 12 മണിക്ക് പ്ലെയിൻ ആകാശത്തിരിക്കുമ്പോൾ താഴെ വീഴുവോ? ഈ കമ്പ്യൂട്ടർ എല്ലാം ഫെയിൽ ചെയ്ത് കഴിഞ്ഞാല് പ്ലെയിന് താഴെ വീഴുവോ? എനിക്ക് ആ ഇടയ്ക്ക് നാട്ടിൽ വരണം. ഡിസംബർ ജാനുവരി ഞാൻ നാട്ടിൽ വരാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കിയ ഉടനെ ലുഫ്താൻസ എയർലൈൻസ് $300 കുറവ്. ഇത് ഡിസംബർ 31 തീയതിയുള്ള യാത്രയ്ക്ക് ടിക്കറ്റ് ഫെയർ $300 കുറവ്. കേട്ടോ എബ്രാം വൈദ്യൻജി? അപ്പൊ ഒരു ഓപ്പർച്യൂണിറ്റി, $300 സേവ് ചെയ്യാം. ഓക്കെ, ഞാൻ ബുക്ക് ചെയ്തു ഡിസംബർ 31 ഡെട്രോയിറ്റിൽ നിന്ന്. അകത്ത് കയറിയപ്പോ പ്ലെയിനിൽ 30% വരെയുള്ള പാസഞ്ചേഴ്സ്, 70% ഒഴിഞ്ഞു കിടക്കുന്നു. അത് കാരണം 4 സീറ്റിലും മടക്കി വെച്ചിട്ട് ഞാൻ കിടന്ന് നല്ല അനന്തപത്മനാഭനായിട്ട് കിടന്ന് ഉറങ്ങിയിട്ടാണ് ഞാൻ അവിടെ ഫ്രാങ്ക്ഫർട്ടിൽ പോയത്. സുന്ദരമായിട്ട് കിടന്നുറങ്ങി. ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഐ മീൻ ഓപ്പർച്യൂണിറ്റീസ്, ഗ്രാബ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. അത് മാത്രമല്ല, VIP ട്രീറ്റ്മെന്റ്. എയർ ഹോസ്റ്റലിലെ കൂടെ കൂടെ വല്ലതും വേണോ, എന്തെങ്കിലും വേണോ, ചാപ്പാട് വേണോ, കൊള്ളാം. ഫുഡ് എക്സസ് ഉണ്ട്. ഒരെണ്ണം കൂടെ തരുന്നു, എല്ലാം തരുന്നു. അപ്പൊ എക്സാമ്പിൾ ക്ലിയർ ആയോ? ആ ഓപ്പർച്യൂണിറ്റി ഞാൻ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ഈ പറയുന്ന പോലെ സംഭവമാണെന്നുണ്ടെങ്കിൽ ആ പൈലറ്റ് അയാളുടെ ജീവനിൽ കൊതി കാണത്തില്ലേ? ഈ എയർ ഹോസ്റ്റസ് അവരുടെ ജീവനിൽ കൊതി കാണത്തില്ലേ? മറിയാമ്മജി പറയൂ, അവര് മരിക്കാൻ റെഡിയാവോ? വരത്തില്ല. ഒരു പ്ലെയിൻ താഴെ വീണ് കഴിഞ്ഞാൽ അതിൽ പറഞ്ഞു വെച്ചാൽ എത്ര ലക്ഷങ്ങളാണ് കോമ്പൻസേഷൻ കൊടുക്കേണ്ടത്? ലോകത്തുള്ള എല്ലാം കൂടെ അടച്ചുപൂട്ടേണ്ടി വരത്തില്ലേ? എല്ലാം പൊട്ടി പാളിച്ചാവില്ല. ഇൻഷുറൻസ് എല്ലാം കമ്പനിയെല്ലാം അടച്ചുപൂട്ടിക്കൊണ്ട് പോകേണ്ടി വരും. കോമൺ സെൻസ് മിക്കവരും ഉപയോഗിക്കാറില്ല. ഞാൻ പോയി, ഞാൻ വന്നു. ഇതിന് ടിക്കറ്റ് എടുത്ത് 30 പോകുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കുറെ പ്രബുദ്ധ മലയാളികൾ എന്റെ കൂട്ടത്തിലുള്ളതെല്ലാം, ഇയാൾക്ക് വട്ടാണോ ചോദിക്കാണ്. വട്ടാണോ അന്ന് കയറി പോകുന്നത്, ആ റിസ്ക് എടുക്കുന്നത്? ഇതേ ഉള്ളൂ പ്രബുദ്ധ മലയാളിക്ക്. വലുതായിട്ടൊന്നും ചിന്തിക്കാൻ സാമാന്യ ബുദ്ധി വളരെ കുറവാണ്. അങ്ങനെ പോയിട്ട് വന്നപ്പോ എന്തായി? അത് നിങ്ങളുടെ ഭാഗ്യം. തീർന്നില്ലേ? പിന്നെ എന്താ പറയുന്നത്? എന്റെ ഭാഗ്യമാണെന്ന്. കേട്ടാ, ഒന്നും സംഭവിക്കാത്തത് നിങ്ങളുടെ ഭാഗ്യം. ഞാൻ കോവിഡ് വാക്സിൻ 1 ഡോസ് പോലും എടുത്തില്ല. അപ്പോഴും എന്റെ കൂടെ ഉള്ള ഡോക്ടേഴ്സ് പറയുന്നത് ഇയാൾ സ്റ്റുപ്പിഡാണ് കേട്ടാ. വാട്ട് ആർ യു ഡൂയിങ്? യു ആർ ടേക്കിംഗ് അൺനെസറി റിസ്ക്. ഞാൻ പറഞ്ഞു, ഇത് ഫ്ലൂ വാക്സിൻ എടുത്തിട്ട് എല്ലാ കൊല്ലവും ടോപ്പ് 10 കോസസ് ഓഫ് ഡെത്തിൽ ഫ്ലൂ ഇപ്പോഴും ഉണ്ടല്ലോ അമേരിക്കയിൽ. അപ്പൊ ആ വാക്സിൻ പ്രൊട്ടക്ട് ചെയ്തോ, പ്രിവെന്റ് ചെയ്തോ? ഇല്ല. എന്നുവെച്ചാൽ ഈ വൈറസ് ഇങ്ങനെ മ്യൂട്ടേറ്റ് ചെയ്യുന്ന വൈറസിനെ വാക്സിൻ എടുക്കുന്നുണ്ട് രക്ഷയില്ല. ഇത് അതിന്റെ കെമിക്കൽ കസിനാണ്. ഇത് കസിനാണ്. ഒന്ന് നായരാണെച്ചാൽ മറ്റേത് പിള്ളയാണ്, മറ്റേ പിള്ളയാണെച്ചാൽ ഇത് മേനോനാണ്, മേനോനാണെച്ചാൽ ഇത് കുറുപ്പാണ്. ഒരേ ഫാമിലിയാണ്. അതുകൊണ്ട് ഞാൻ യൂസ് മൈ മെഡിക്കൽ നോളജ് ആൻഡ് കോമൺ സെൻസ്. സോ ഐ ഡിഡ്ന്റ് ടേക്ക് ഒരു മാസ്കും N95 ഒന്നുപോലും ഞാൻ വാങ്ങിച്ചില്ല. ഇവിടെ 2 മാസം മാത്രമേ ഉള്ളൂ. ചില കടകളിൽ പോകുമ്പോൾ മാസ്ക് വെക്കണമെന്ന് നിർബന്ധമായിരുന്നു. അവർ വെളിയിൽ തന്നെ ഒരു ഡിസ്പോസിബിൾ മാസ്ക് വെച്ചിട്ടുണ്ട്. കടക്കകത്ത് പോകുമ്പോൾ അത് വെച്ചിട്ടുണ്ട്. എനിക്ക് കോവിഡ് ഒന്നും വന്നില്ല. നേരത്തെ തന്നെ സ്റ്റുപ്പിഡാണ്. അവർക്ക് പിന്നെ കോവിഡ് വന്നപ്പോൾ പിന്നെ അവർ അഡ്മിറ്റ് ചെയ്തു. നിങ്ങൾ എടുക്കാത്തതാണ് നിങ്ങൾ ശരിയായി കേട്ടോ. ഞാൻ കോവിഡ് വാക്സിനൊക്കെ എടുത്തിട്ട് എനിക്ക് 2 തവണ വന്നു, ചില 3 തവണ വന്നെന്ന് പറഞ്ഞു. ഒരാളെ 4 ഡോസ് എടുത്തിട്ട് ഇവിടുന്ന് അയർലൻഡിൽ പോയി. അയർലൻഡിൽ പോയിട്ട് തിരിച്ചിങ്ങോട്ട് അമേരിക്ക വരാൻ അവരുടെ തന്നെ മറ്റേ ഇത് വേണം, ഇത് ടെസ്റ്റ് ചെയ്തിട്ടേ കയറ്റത്തുള്ളൂ. ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവ്. പോരെ, 4 ഡോസ് എടുത്ത് അവിടെ ഒരു 10 ദിവസം ഇരുന്ന് ടെസ്റ്റ് പോസിറ്റീവ്. പിന്നെ ഒരാഴ്ച അവിടെ കിടപ്പിലായി. അവിടെ ലോഡ്ജ് ഹോട്ടലിൽ കിടക്കേണ്ടി വന്നു. 2,000 പൗണ്ട് പോവുകയും ചെയ്തു. കേട്ടോ അബ്രഹാമായി നീ ചെയ്യും. ഇതെല്ലാം റിയൽ ലൈഫ് സ്റ്റോറീസ് ആണ്. എന്നെ മിക്കവരും എനിക്ക് വട്ടാണ്, സ്റ്റുപ്പിഡാണെന്ന് പറയും. ചില ഞാൻ കോമൺ സെൻസ്, ചില ഞാൻ പ്രബുദ്ധനല്ലാത്തതുകൊണ്ടാണ്. ഞാൻ പ്രബുദ്ധനേ അല്ല. പ്രബുദ്ധനായി കഴിയുമ്പോഴാണ് ആ പ്രശ്നങ്ങളെല്ലാം വരുന്നത്. ഓക്കെ, ഫാക്ട്സ് ആർ ഫാക്ട്സ്. നെഹ്റു പറഞ്ഞാണ്, ശ്രദ്ധിച്ച് വായിച്ചോളാം,
ഇനി ഞാൻ കുറെ കാണിക്കുമ്പോൾ അടുത്ത് കാണിക്കുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഫാക്ട്സ് ആർ ഫാക്ട്സ് ആൻഡ് വിൽ നോട്ട് ഡിസപ്പിയർ ഓൺ അക്കൗണ്ട് ഓഫ് യുവർ ലൈക്സ്. ഫാക്ട്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഫാക്ട്സ് ആർ ഫാക്ട്സ്. നെഹ്റു പറഞ്ഞാണ്. ഓക്കെ, ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നെഹ്റു ഭക്തന്മാർക്ക് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. ഞാൻ അറിഞ്ഞുകൊണ്ടാണ് ചില പറയുന്നത്, പക്ഷെ ഫാക്ട് ആർ ഫാക്ട്. ഞാൻ പറഞ്ഞ ഫാക്ട് ശരിയല്ല, വേറെ തെറ്റാണെന്നുണ്ടെങ്കിൽ എബ്രഹാം വൈദ്യൻജി നിങ്ങൾ എന്നെ അറിയിച്ചു കഴിഞ്ഞാൽ 1,00,000 രൂപ 1,00,000 രൂപ ഞാൻ തരും കേട്ടോ. കേട്ടോ, ആ പ്രോമിസ് ഇപ്പോഴും ഉണ്ട്. ഓക്കെ മനോജ് ജി, ആ വാഗ്ദാനം ഞാൻ പാലിക്കും. നെഹ്റു അല്ല പ്രൈം മിനിസ്റ്റർ ആകേണ്ടിരുന്നത്, സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. ദാറ്റ് ഇസ് എ ഫാക്ട്. 1946 കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റ് ആകാനായിട്ടുള്ള നോമിനേഷന് 2 പേരുടെ പേരാണ്. ഒന്ന് സർദാർ വല്ലഭായ് പട്ടേൽ, 2 ജവഹർലാൽ നെഹ്റു. നമ്മൾ ഇപ്പോഴത്തെ KPCC എന്ന് പറയുന്നത് 15 കമ്മിറ്റി ഉണ്ട് ഇന്ത്യയിൽ. ആ 15-ൽ 3 കമ്മിറ്റി ആരെയും ചൂസ് ചെയ്തില്ല. 12 കമ്മിറ്റി ചൂസ് ചെയ്ത് ആരെന്നറിയാം? സർദാർ വല്ലഭായ് പട്ടേലിനെ. നെഹ്റുവിന് കിട്ടിയത് 0 വോട്ട്. നെഹ്റുവിന് കിട്ടിയത് 0 വോട്ട്. വെരിഫൈ ചെയ്യൂ. 0 വോട്ട് കിട്ടിയ നെഹ്റു എങ്ങനെ പ്രൈം മിനിസ്റ്ററായി? ഗാന്ധിക്ക് അങ്ങേരായിട്ടുള്ള ഒരു ഫേവറിറ്റിസം. ഗാന്ധി പട്ടേലിന് പറഞ്ഞു വിഡ്രോ ചെയ്യാനായിട്ട്. ഗാന്ധിക്ക് നെഹ്റു പ്രൈം മിനിസ്റ്റർ ആകണം ഫ്യൂച്ചറിൽ. പട്ടേൽ മാന്യനായത് കാരണം, റെസ്പെക്ട് ഉള്ള കാരണം അങ്ങേര് വിഡ്രോ ചെയ്തു. അപ്പൊ ആദ്യത്തെ വോട്ട് ചോരി അവിടെയാണ് തുടങ്ങുന്നത്. വോട്ട് ചോരി നെഹ്റു. എന്നിട്ട് ഇവിടെ ഇപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വോട്ട് ചോരി വോട്ട് ചോരി വോട്ട് ചോരി എന്ന് പറഞ്ഞു. ഇവിടെ മിക്കവർക്ക് അറിഞ്ഞുകൂടായിരിക്കും ഈ ഫാക്ട്. ചെക്ക് ചെയ്യണം. സോ ദാറ്റ് ഈസ് വാട്ട്. അതുകൊണ്ട് നെഹ്റുവിന്റെ അത് ഫാക്ടാണ്. ദിസ് എ ഫാക്ട്. നെഹ്റുവാണ് പറഞ്ഞത് ഫാക്ട്സ് ആർ ഫാക്ട്സ്, വെദർ യു ലൈക്ക് ദം ഓർ നോട്ട്. അതാണ് ഞാൻ ഷെയർ ചെയ്തത്. നെഹ്റു, ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തു? ഇലക്ഷൻ മാൽ പ്രാക്ടീസ് അഹമ്മദാബാദ് അല്ല ഇവിടെ അലഹബാദ് ഹൈക്കോർട്ട് അവർ ഡിസ്ക്വാളിഫൈ ചെയ്തു. അവരെന്ത് ചെയ്തു? ഉടനെ എമർജൻസി ചെയ്തു. ഷീ കണ്ടിന്യൂ ആ ഓപ്പർച്യൂണിറ്റി. ഷീ യൂസ് ടു അബ്യൂസ് ദി പവർ. ദാറ്റ്സ് എ ഫാക്ട്. And she continued as the Prime Minister for the next 2 years, almost 2 years. Rajiv Gandhi, he was an ordinary pilot, not even a politician. Sanjay Gandhi was killed, I learned political in the, and Indira Gandhi wanted him to fill in that shoes. ഒന്നും അൺഎക്സ്പെക്ടഡ് 1984 ഇങ്ങനെ ഒരു മന്ത്രി ആയിരുന്നില്ല, ഒന്നും ആയിരുന്നില്ല. She was assassinated, immediately അവർ പിടിച്ച് ഓപ്പർച്യൂണിറ്റി വന്നു. ആൻഡ് ഹി ഡിഡ്ന്റ് മിസ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. പുള്ളി അങ്ങനെ ഏറ്റെടുത്തു. പുള്ളി പറഞ്ഞില്ല അയ്യോ എന്നെക്കാളും ഇവിടെ സീനിയർ ആയിട്ട് വേറെ ഒരുപാട് പേരുണ്ടല്ലോ, അവരാകട്ടെ പ്രധാനമന്ത്രി. പറഞ്ഞോ മറിയാമ്മജി? ഇല്ല. പ്രായം എത്രയാണ്? 40 വയസ്സ്. അന്ന് 40 വയസ്സ് വിത്ത് നോ എക്സ്പീരിയൻസ് ഇൻ ദി പോളിറ്റിക്സ്. ആൻഡ് ഹി ഗ്രാബ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. പക്ഷേ രാജീവ് ഗാന്ധി വന്നുകൊണ്ട് ഇന്ത്യ രക്ഷപ്പെട്ടു ഒരു വിധത്തില്. പുള്ളിയാണ് ഈ കമ്പ്യൂട്ടർ വൽക്കരണത്തിന്റെ പിന്നിൽ നിന്നത്. പുള്ളിയാണ് ഈ ടെലികോം റെവല്യൂഷൻ അതെല്ലാം കൊണ്ടുവന്നത് രാജീവ് ഗാന്ധി. അത് കാരണം രാജീവ് ഗാന്ധി വന്നത് കൊണ്ട് കുറെ നല്ല കാര്യങ്ങളും നടന്നു. അതില്ലാതെ പറയാൻ പറ്റത്തില്ല. സോ ഐ എം നോട്ട് ചുമ്മാ അത് അടച്ച് ഇത് പറയുന്ന നല്ല ആള് ഞാൻ. ഇനി അടുത്തത് നിങ്ങൾക്ക് അറിയാം, സോണിയാഗാന്ധി ഒരു വീട്ടമ്മയായിട്ടിരുന്നു. ഷി വാസ് ബോൺ ഇൻ ഇറ്റലി. ഒരു ഇറ്റലിക്കാരി ഇവിടെ വന്നിട്ട് രാഷ്ട്രീയത്തിലൊന്നുമില്ല. രാജീവ് ഗാന്ധിയുടെ ഭാര്യ മരിച്ചു 8 കൊല്ലം കഴിഞ്ഞിട്ടാണ് കരുണാകരനും ബാക്കിയെല്ലാം ചെന്ന് ഒരു വിളിച്ച് പാർട്ടിയുടെ പ്രസിഡന്റ് ആക്കുന്നു. കിട്ടിയ ഓപ്പർച്യൂണിറ്റി വിട്ടില്ല. അതിൽ കൂടെ ആയിട്ട് ഇവിടെ പ്രധാനമന്ത്രി അല്ലെങ്കിലും പ്രധാനമന്ത്രിയുടെ പുറകിൽ നിന്ന് ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് ആയിരുന്നു. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അല്ല തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരുന്നത്. ദാറ്റ്സ് എ ഫാക്ട്. അടുത്തത് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി വയനാട് ഓപ്പർച്യൂണിറ്റി കണ്ടു. വയനാട് വന്നു ജയിക്കുമെന്നുള്ളത് ഇതാണ്, ക്ലിയർ ആണ്. അതാണ് ലക്ഷങ്ങളാണ് വോട്ടോടുകൂടി ജയിച്ചിരിക്കുന്നത്. വയനാടാണ് അവരുടെ സ്വന്തം സ്ഥലം അല്ല. സോ ദീസ് ആർ ഓൾ ഫാക്ട്സ്. ഓപ്പർച്യൂണിസ്റ്റ് മൻമോഹൻ സിംഗ്, ഓപ്പർച്യൂണിറ്റി. ഹി ഈസ് എ വെരി ഗുഡ് ബ്യൂറോക്രാറ്റ്.
ഒരു സംശയം വേണ്ട. ആസ് എ ബ്യൂറോക്രാറ്റ് പുള്ളിയാണ് നമ്മുടെ എക്കോണമി ചെയ്യാനായിട്ട് ഫിനാൻസ് മിനിസ്റ്ററായിട്ട് അന്ന് ശരിയാക്കിയത്. പക്ഷെ ആസ് എ പൊളിറ്റീഷ്യൻ ലീഡർഷിപ്പ് ഒന്നുമില്ല പുള്ളിക്കാരൻ. അതിനുശേഷം പാർലമെന്റ് ഇലക്ഷനൊന്നും തോറ്റു ഡൽഹിയിൽ. ഇത് ഒരിക്കലും കണ്ടസ്റ്റ് ചെയ്തിട്ടില്ല. എല്ലാം രാജ്യസഭയിൽ കൂടെയാണ് കയറി വരുന്നത്. പുള്ളിക്കാരന്റെ പീരീഡിൽ പ്രൈം മിനിസ്റ്റർ എന്തൊരു വലിയ ചലഞ്ചിങ് റോളാണ് ചെയ്യാൻ പറ്റുന്നത്. എത്ര സ്കാംസ്, 2G സ്പെക്ട്രം, കോമൺവെൽത്ത് ഗെയിം സ്കാം, എത്ര സ്കാം ആഫ്റ്റർ സ്കാം. എന്നിട്ട് പബ്ലിക്കായിട്ട് പുള്ളി പറയാണ് കോയലിഷൻ ഗവൺമെന്റ് ഒരുപാട് കമ്പൽഷൻസ് ഉണ്ട്, കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. സോ കിട്ടിയ ഓപ്പർച്യൂണിറ്റി അങ്ങനെ വിട്ടില്ല, പിടിച്ചു. ഒരു ആശയം ചില ഹിസ്റ്ററി, ഇന്ത്യയുടെ ഹിസ്റ്ററി എടുക്കുമ്പോൾ പ്രൈം മിനിസ്റ്ററുടെ ലിസ്റ്റ് വരുമ്പോൾ മൻമോഹൻ സിംഗിന്റെ പേര് 2 തവണ വരും. ആ ഒരു ആശയം, ആ ഓപ്പർച്യൂണിറ്റി, അതാണ് അങ്ങേര് കയറി അത് കയറി പിടിച്ചെടുത്തത്. ഇസ് എ വെരി ഗുഡ് ബ്യൂറോക്രാറ്റ് ബട്ട് അൺഫിറ്റ് ടു ബി എ പ്രൈം മിനിസ്റ്റർ. നിതീഷ് കുമാർ കേട്ടാണു, ബീഹാറിലെ ചീഫ് മിനിസ്റ്റർ. ഒരു മത്സരം വെക്കുകയാണെന്ന് വെച്ചാൽ ഓന്തിനെയും നിതീഷ് കുമാറിനെ വെച്ചിട്ട് ഏതാണ് എത്രയും ഫാസ്റ്റ് ആയിട്ട് നിറം മാറുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഓന്ത് തോറ്റുപോകും കേട്ടോ. ഓന്ത് തോറ്റുപോകും. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ 10ാമത്തെ തവണയാണ് ബീഹാറിലെ ചീഫ് മിനിസ്റ്റർ. 1, 2, 3, 4 ഒന്നല്ല. നൗ ഇത് 10th ടേം. ഇതിനിടയ്ക്ക് എത്ര തവണ അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടി, ഇവിടെ നിന്ന് അങ്ങോട്ട് ചാടി എന്നറിയാം. NDAയിലോട്ട് ചാടി, NDAയിൽ ഇങ്ങോട്ട് ചാടി, അതിൽ നിന്ന് അങ്ങോട്ട് ചാടി, ഇന്ത്യ അലയൻസിലായി, NDAയിലോട്ട് മാറി. പക്ഷെ എല്ലാ ഓപ്പർച്യൂണിറ്റിയും ഹി വാസ് ഏബിൾ ടു. അപ്പൊ ജീവിത വിജയത്തിന് അവസരവാദിത്വം വേണമെന്നുള്ളത് ഇപ്പൊ നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ, എഗ്രി ചെയ്യുന്നുണ്ടോ? എഗ്രി കൊണ്ട് ചെയ്യട്ടെ. അവസരവാദികൾക്ക് ജീവിതം വിജയിക്കാൻ പറ്റത്തുള്ളൂ. എഗ്രി ചെയ്യുന്നുണ്ടോ? എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു എണ്ണം വരട്ടെ, കാണട്ടെ. ആരാണ് ഈ ഇത്രയും എക്സാമ്പിൾ എല്ലാം? ഞാൻ എൻ്റെ തൊണ്ട വേദനിക്കുന്ന അത്രയും. ഓക്കെ, മനോജ് എഗ്രി ചെയ്യുന്നില്ല. ഓക്കെ, വേറെ ആരെങ്കിലും എഗ്രി ചെയ്യുന്നുണ്ടോ? നിതീഷ് കുമാറിന്റെ കണ്ടിട്ട്, ഫൈസറിന്റെ കണ്ടിട്ട്, ബാബ രാംദേവിനെ കണ്ടിട്ട് ആരെങ്കിലും എഗ്രി ചെയ്യുന്നുണ്ടോ? എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ ഇല്ലെന്നുണ്ടെങ്കിൽ എന്തോ പ്രശ്നമുണ്ട്. നോ സാലിനി, ഇതാണ് നമ്മുടെ പ്രബുദ്ധ കേരളത്തിലെ പ്രശ്നം. പ്രബുദ്ധ കേരളത്തിൽ ഞാൻ ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തി പൂന്ന് പറയും. ഇത്രയും എവിഡൻസ് എല്ലാം കൊടുത്തിട്ട്, ഞാൻ എവിഡൻസ് ഇല്ലാതെന്നല്ല, എല്ലാം വിത്ത് ഫാക്ട്സ് ആൻഡ് എവിഡൻസ്. എന്നിട്ട് പറഞ്ഞ ആരെ കുറിച്ചാണ്? നേതാവിനെ കുറിച്ച് മറ്റേതോ സമ്മതിക്കത്തില്ല. സോളിഡ് 100% സോളിഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എവിഡൻസ് ആണ് ഞാൻ സപ്ലൈ ചെയ്തിട്ടുള്ളത്, പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഐ എം വെരി പ്രൗഡ് ഓൾസോ. കുറച്ച് അഹങ്കാരത്തോടു കൂടി ഞാൻ പറയാണ്, ഞാൻ കാണിച്ചിട്ടുള്ള എല്ലാം എവിഡൻസോട് കൂടിയാണ്. America is another name for opportunity. Don't wait for extraordinary opportunities. Weak men wait for opportunities, strong men make them. I always try to turn every disaster into an opportunity. അതാണ് റോക്കഫെല്ലർ. കുറെ പേരെങ്കിലും കേട്ട് കാണും, ഫിലാന്ത്രോപ്പിസ്റ്റും ആയിട്ടുള്ളത്. ഓരോ ഡിസാസ്റ്ററിന് ഇടയ്ക്കും ഓപ്പർച്യൂണിറ്റി ഒളിഞ്ഞിടക്കിയതിനെ പിടിച്ചെടുക്കുക. അതാണ് നമ്മളും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ആ റഷ്യ ഉക്രൈൻ വാർ ഒരു ഡിസാസ്റ്ററാണ്. അതിനിടയ്ക്ക് വരുന്ന നമുക്ക് പെട്രോൾ വാങ്ങിക്കാനുള്ളത് രൂപ കൊടുത്തിട്ട്, അതിനെ ക്യാഷ് ചെയ്യാൻ. അത് തന്നെയാണ് സാബു ജേക്കബ്, കിറ്റക്സ്. ഒരു ഡിസാസ്റ്റർ വന്നു, ഇവിടെയുള്ള മന്ത്രി എല്ലാവരും കെട്ട് ഹരാസ് ചെയ്യുന്നു, എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും വെച്ച്. അങ്ങേര് എന്ത് ചെയ്തു? എന്നാ തെലങ്കാനയിലിടുന്ന ഓപ്പർച്യൂണിറ്റി വന്നു, അവിടുന്ന് പ്ലെയിനും അയച്ചു തന്നു. കോവിഡ് സമയത്ത് നേരെ തെലങ്കാനയിൽ പോയി 3000 കോടി അവിടെ ഇൻവെസ്റ്റ് ചെയ്തു, 10,000 പേർക്ക് ജോലിയും കൊടുത്തു. ആൻഡ് ഈ മെയ്ഡ് എ ലോട്ട് ഓഫ് മണി. ഇതെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് എസ്, ഈ ഒരു എക്സാമ്പിൾ എങ്കിലും. അപ്പൊ അതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റിനുള്ള എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ? അതാണ്. ഇനി അതും എന്നെ ഇടുവോ? അതിലും ഞാൻ ചോദിച്ചിട്ടുള്ളത് എന്നെ ഇടുവോ എന്നുള്ളതാണ്. ഇതാണ് ഓപ്പർച്യൂണിസം എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഏത് ഡിസാസ്റ്റർ ഇവിടെ വരുന്നു, ദിവസവും മറ്റേവരെ കൊണ്ട് മറിച്ചവരെ കൊണ്ട് റെയ്ഡ് നടത്തുന്നു. അങ്ങേർക്ക് ദിവസം ഇത് വയ്യ, ഓപ്പർച്യൂണിറ്റി കിട്ടി, നേരെ അങ്ങോട്ടേക്ക് പോയി. നഷ്ടം ആർക്കാണ്? പ്രബുദ്ധ കേരളത്തിന്. അങ്ങേർക്ക് ഒരു നഷ്ടമില്ല.
Most of my ideas belong to other people who never bothered to develop them. തോമസ് ആൽവ എഡിസൺ, 1000-ലേറെ പേറ്റന്റ് ഉള്ള തോമസ് ആൽവ എഡിസൺ സ്കൂളിൽ ആ കൂടി ഫോർമൽ എഡ്യൂക്കേഷൻ കുറച്ച് മാസങ്ങൾ മാത്രമേ സ്കൂളിൽ പോയുള്ളൂ, ബാക്കിയെല്ലാം വീട്ടിൽ നിന്നാണ് എല്ലാം പഠിച്ചു വന്നത്. അപ്പൊ ഇത്രയും ഇൻവെൻഷൻസ് നമ്മുടെ ഇന്നത്തെ ലൈറ്റ് തന്നെ, ട്യൂബ് ലൈറ്റും ട്യൂബ് ബൾബും എല്ലാം, മ്യൂസിക്, മൂവി ഇൻഡസ്ട്രി, ഒരാൾ ഒരിക്കൽ പുള്ളിയോട് ചോദിച്ചാണ്, നിങ്ങൾക്ക് ഇത്രയും പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ എവിടെ നിന്ന് കിട്ടുന്നെന്ന്. ഈ ഐഡിയാസ് ഇത്രയും എവിടെ നിന്ന് വരുന്നു? പുള്ളി പറഞ്ഞതൊന്നും എന്റെ സ്വന്തം ഐഡിയ അല്ല, പലരും പറയും, പക്ഷെ അവരതിന്റെ പുറകെ പോകാറില്ല. ഞാൻ അതിന്റെ പുറകെ പോകും. ഞാനത് കേട്ടപ്പോഴും കൊള്ളാമല്ലോ, നല്ല ഐഡിയ ആണല്ലോ, ഓക്കെ വൈ നോട്ട് ഐ ഗോ ഫോർ ദാറ്റ് വൺ. ഒരു ഐഡിയ ഉണ്ടായിട്ട് കാര്യമില്ല, ഒരുപാട് ക്ഷമ വേണം, പേഷ്യൻസ് വേണം, നിരന്തരമായിട്ട് അതിനെ പുറകെ പോകണം, പെർസിവറൻസ്. അതിൽ കൂടെ എടുത്തത് ഈ തോമസ് എഡിസന്റെ സ്ലൈഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു എല്ലിട്ടെ, ആൽഫബറ്റ് എൽ, യു ലൈക്ക് ഇറ്റ് എന്നുള്ളത് കാണട്ടെ. എത്ര പേരാണ്? ഓക്കെ, എൽ എബ്രാം ജി, ശാലിനി ജി, ഓക്കെ. സോ ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. ഈ പറയുന്ന മിക്കതും ഞാൻ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്തിട്ടുള്ളവനാണ്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ പറഞ്ഞത് ഒറ്റ മാത്രമേ ഞാൻ നേരത്തെ പറഞ്ഞുള്ളൂ, ആ പ്ലെയിൻ ടിക്കറ്റിന്റെ കാര്യം ഒരെണ്ണം ഞാൻ പറഞ്ഞു. ഇതുപോലെയാണ് ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഞാൻ ഒരുപാട് ലൈഫിൽ ഗ്രാബ് ചെയ്തിട്ടുണ്ട്, മിസ് ചെയ്തിട്ടില്ല. ഇനി ഒരു എക്സാമ്പിൾ പറഞ്ഞു വെച്ചാൽ 1985 ഒരു ഞായറാഴ്ച വൈകിട്ട് ഞാൻ എൻ്റെ വേറെ ഫ്രണ്ടിൽ നിന്ന് അറിയുന്നു, തിങ്കളാഴ്ച മുതൽ 2 ആഴ്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ ഗവൺമെന്റ് കേരളത്തിൽ, അവിടെ 2 ആഴ്ചത്തെ ജനറൽ മാനേജ്മെന്റ് ട്രെയിനിങ് ഫോർ മെഡിക്കൽ കോളേജിലെ ടീച്ചേഴ്സിന്, അന്ന് 5 മെഡിക്കൽ കോളേജിനുള്ളത്, ഓരോ കോളേജിൽ നിന്നും 5 പേരെ വെച്ച് എടുക്കണം, 25 പേർക്ക് ട്രെയിനിങ്, 2 ആഴ്ചത്തെ ട്രെയിനിങ്. പക്ഷേ കണ്ടീഷൻ അസിസ്റ്റന്റ് പ്രൊഫസർ ആൻഡ് എബോവ്. ഞാൻ അസിസ്റ്റന്റ് പ്രൊഫസർ അല്ല, ഞാൻ അസിസ്റ്റന്റ് പ്രൊഫസർ അല്ല. അപ്പോഴാണ് ഞാൻ ക്രിയേറ്റിംഗ് ദി ഓപ്പർച്യൂണിറ്റീസ്. എനിക്കതിന് പോണം. തിങ്കളാഴ്ച രാവിലെ ഞാൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടറെ ചെന്ന് കാണുന്നു, അയാൾ പുള്ളിയുടെ OP-യിൽ. ആ പുള്ളി വാട്ട് കാൻ ഐ ഡു ഫോർ യു? നമ്മൾ ഇങ്ങനെ IMG-യിൽ ഒരു ട്രെയിനിങ് ഉണ്ട് 2 വീക്സിന്. ഓക്കെ, വാട്ട് യു വാണ്ട് മീ? ഞാൻ പറഞ്ഞത് അസിസ്റ്റന്റ് പ്രൊഫസർ ആൻഡ് എബോവ്. അപ്പോഴാണ് ഒരു നല്ല ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ കഴിവ് ഞാൻ ആ സാറിന്റെ കണ്ടു. ആ സാറിന്റെ പേര് പറയാൻ നിർത്തിയില്ല, ഡോക്ടർ TD ഗോപാലകൃഷ്ണപിള്ള പ്രൊഫസർ. സാർ അടുത്ത ചോദ്യമാണ് എൻ്റെ അടുത്ത്, ഹൗ മെനി ഇയേഴ്സ് ഓഫ് സർവീസ് ഡു യു ഹാവ്? ഞാൻ പറയും 4 കൊല്ലം. അസിസ്റ്റന്റ് പ്രൊഫസർ ആണെന്നുണ്ടെങ്കിൽ 3 കൊല്ലം മതി. MD കഴിഞ്ഞിട്ട് 3 കൊല്ലത്തേതുണ്ടെങ്കിൽ യു ക്യാൻ ബിക്കം അസിസ്റ്റന്റ് പ്രൊഫസർ. അപ്പോൾ വേക്കൻസി ഇല്ല. ദാറ്റ്സ് വൈ യു ആർ നോട്ട് അസിസ്റ്റന്റ് പ്രൊഫസർ, ബട്ട് യു ആർ എലിജിബിൾ, യു ആർ ക്വാളിഫൈഡ് ടു ബിക്കം ആൻ അസിസ്റ്റന്റ് പ്രൊഫസർ. ഒരു പേപ്പർ എടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഒരു ബ്ലാങ്ക് പേപ്പർ എടുത്തുകൊണ്ട് സാർ അപ്പോഴും തന്നെ അതിൽ എഴുതി, ഹി ഈസ് ക്വാളിഫൈഡ് ടു ബിക്കം ആൻ അസിസ്റ്റന്റ് പ്രൊഫസർ, ഐ സ്ട്രോങ്ലി റെക്കമെൻഡ് ഹിം ഫോർ ദി ട്രെയിനിങ്. എന്നിട്ട് അതും കൊണ്ട് ഞാൻ നേരെ പ്രിൻസിപ്പലിന്റെ അടുത്ത് പോയി. പ്രിൻസിപ്പൽ എന്നെ റിലീവ് ചെയ്തു. 2 ആഴ്ച ട്രെയിനിങ് എടുത്തത് എന്റെ ജീവിതത്തിലെ കംപ്ലീറ്റ് മാറ്റിമറിച്ചു. ആ 2 വീക്സ് ഓഫ് മാനേജ്മെന്റ് ട്രെയിനിങ്ങിൽ നല്ല എക്സ്പേർട്സ് വന്ന് ചില ക്ലാസ്സിൽ ടൈം മാനേജ്മെന്റിനെ കുറിച്ച്, സ്ട്രെസ് മാനേജ്മെന്റിനെ കുറിച്ച്, ഡെലിഗേഷനെ കുറിച്ച്. അപ്പൊ അവിടെ ആ ഓപ്പർച്യൂണിറ്റി ഞാൻ ഗ്രാബ് ചെയ്തു. ഇതെങ്കിലും കൺവിൻസ്ഡ് ആയെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങൾ ഒരു ചെയ്യട്ടെ. ഈ പറയുന്ന ഞാനൊരു ഓപ്പർച്യൂണിസ്റ്റ് ആണെന്നുള്ളതിന്റെ പ്രൂഫാണിത്. ഓക്കെ, താങ്ക് യു ബ്രഹ്മദീജി. അതെ, മറ്റേ നോക്കി കഴിഞ്ഞാൽ എക്സ്ക്യൂസ്, അയ്യോ ഞാൻ അസിസ്റ്റന്റ് പ്രൊഫസർ അല്ല, പറ്റത്തില്ല. വൈ നോട്ട് ട്രൈ, നോട്ട് അഫ്രൈഡ് ഓഫ് റിജക്ഷൻ. ശ്രമിച്ചു നോക്കാം, നടന്നില്ലെങ്കിൽ നടന്നില്ല, പോയാ പോക്ക്, പോയാ ഒരു വാക്ക്, കിട്ടിയ ഒരു ആന. സാറിനെ ചെന്ന് കാണുന്നു, ചോദിക്കുന്നു, വിട്ടാൽ നമ്മൾ പോകുന്നു, കിട്ടില്ലെങ്കിൽ ഇല്ല. ദാറ്റ്സ് വാട്ട് മൈ ഫിലോസഫി ഈസ്. Opportunity discover shortcuts. They are smart workers, not hard workers. Luck is where opportunity meets preparation. അയ്യോ ലക്കിയാണ് ഇല്ല. ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നിങ്ങൾക്ക് ആ കഴിവില്ല എന്നുണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് കാര്യമില്ല. കഴിവുണ്ട്, ഓപ്പർച്യൂണിറ്റി വരുന്നു. അവിടെയാണ് രാജീവ് ഗാന്ധി എടുത്ത് വരുന്നത്. എനിക്ക് രാജീവ് ഗാന്ധി വലിയ അപ്രീഷിയേഷൻ ആണ്. അതിൽ നിന്ന് മനസ്സിലാക്കാം, ഞാൻ വെറും ഒരു സംഖ്യയല്ല. സംഖ്യയാണെന്ന് എനിക്ക് രാജീവ് ഗാന്ധി ഇഷ്ടപ്പെടുത്തില്ല, വഴിയില്ല. രാജീവ് ഗാന്ധി അപ്രീഷിച്ചാൽ പുള്ളി കാരണമാണ് ആദ്യമായിട്ട് ഇവിടെ കമ്പ്യൂട്ടർ ശേഷം ഈ ഇരിക്കുന്ന കുറെ പേരുടെ, നിങ്ങളുടെ പിള്ളേരോ വേറെ വല്ലരോ അമേരിക്കയിലോ കാനഡയിലോ എവിടെയെങ്കിലും സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇങ്ങനെ വന്ന് സഹായിച്ചു, ബിക്കോസ് ഓഫ് രാജീവ് ഗാന്ധി. ഇന്ന് ഈ ഉള്ള മൊബൈൽ, അന്നൊക്കെ പണ്ട് അറിയാം, എബ്രാം വൈദ്യനൊക്കെ അറിയാം, ഒരു 40-45 കൊല്ലത്തിന് മുമ്പ് ഒരു ഫോൺ കണക്ഷൻ കിട്ടണമെന്ന് വെച്ചാൽ 8 കൊല്ലം വെയിറ്റ് ചെയ്യണം, അറിയാമോ?
8 കൊല്ലം വെയിറ്റ് ചെയ്യണം ഒരു ഫോൺ കണക്ഷൻ കിട്ടണമെങ്കിൽ. എല്ലാം മാറ്റിമറിച്ച് STD ISD ബൂത്തുകളെല്ലാം കൊണ്ടുവന്നു. അന്നൊരു 2 വീലർ വാങ്ങിക്കണം ചെയ്താണ് ഒരു വെസ്പയ്ക്ക് 3 കൊല്ലം ബുക്ക് ചെയ്യണം വെയിറ്റ് ചെയ്തിട്ട്. എല്ലാം മാറ്റി എന്നാ പിടിച്ചോ ഹീറോ ഹോണ്ട യമഹ എല്ലാം വന്നത് ബിക്കോസ് ഓഫ് രാജീവ് ഗാന്ധി. ഈ റെവല്യൂഷനൈസ്ഡ്. അവിടെ ഓപ്പർച്യൂണിറ്റി മീറ്റ് ചെയ്തു. ഈ എക്സാമ്പിൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലിട്ടെ. ഈ എക്സാമ്പിൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലിടണം. ലക്ക് ഈസ് ഓപ്പർച്യൂണിറ്റി മീറ്റ്സ് പ്രിപ്പറേഷൻ. താങ്ക് യു മറിയാമ്മജി. ഓക്കെ മസൂജി, താങ്ക് യു. പോളിറ്റിക്സ് ഇസ് നത്തിങ് ബട്ട് ഓപ്പർച്യൂണിറ്റി. ഇത് കറന്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. കർണാടകയിലെ ദേവഗൌഡയുടെ മകനാണ് അവിടെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു, ഇടയ്ക്ക് കേന്ദ്രത്തിലെ മന്ത്രിയായിരുന്നു. ഇതാ മാറി ഇങ്ങോട്ട് ചാടി, NDAയിലോട്ട് ചാടി, ഇന്ത്യ അലയൻസിൽ നിന്ന് ഇങ്ങോട്ട് ചാടി. അതാണ് പുള്ളിയാണ് പറയുന്നത് പോളിറ്റിക്സ് ഇസ് നത്തിങ് ബട്ട് ഓപ്പർച്യൂണിസം. പോരെ പുള്ളി സ്വന്തം അനുഭവത്തിൽ നിന്നും പറയാണ്. ചാടി പോളിറ്റിക്സിൽ ഗ്രോ ചെയ്യുന്നു. ഈ വരുന്ന വ്യാഴാഴ്ചത്തെ ടോക്കാണ് ഹെലികോപ്റ്റർ പാരന്റ്സ്. അത് കഴിഞ്ഞാൽ അസത്യമേവ ജയതേ. ഹെലികോപ്റ്റർ പാരന്റ്സ് കേട്ടിട്ടില്ലാത്തവര് നോ എന്നിട്ടെ. ഹെലികോപ്റ്റർ പാരന്റ്സ് എന്താണെന്നുള്ളത് കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നോ. ഓക്കെ മസൂദ് നോ. പ്രശോഭൻ എന്നാൽ നിങ്ങൾ വന്ന് കേട്ടിരിക്കണം കട്ടായം. വ്യാഴാഴ്ച നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. ആ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഗ്രാബ് ചെയ്യുന്നത് നിങ്ങളുടെ കഴിവ്. അതെ, ഇവിടെ ഇന്ന് നാട്ടിലെ മുഖ്യ പ്രശ്നത്തിന് കാരണം ഈ ഹെലികോപ്റ്റർ പാരന്റിങ് ആണ്. ആൻഡ് ഹെലികോപ്റ്റർ ഗ്രാൻഡ് പാരന്റിങ് രണ്ടുമാണ് ഇന്ന് കുട്ടികളെല്ലാം വഴിതെറ്റിച്ച് എല്ലാം കൂടെ പ്രശ്നങ്ങളായിട്ട് വരുന്നത്. ഇന്നലത്തെ ലേറ്റസ്റ്റ് ന്യൂസ് ആയിരുന്നു, അവിടെ ഡൽഹിയുടെ അടുത്ത് 3 സഹോദരിമാര് ആത്മഹത്യ ചെയ്തു. അത് വായിച്ചെങ്കിലും ഒന്ന് എസട്ടെ. 3 സഹോദരിമാരും ചാടി ആത്മഹത്യ ചെയ്തു. അവർക്ക് യെസ് പ്രശോഭൻ എന്തായാലും ഫോൺ അച്ഛൻ കയറി കൺട്രോൾ ചെയ്തു. അവരുടെ ഫോൺ യൂസിന് അവർക്ക് കൊറിയൻ ഗെയിംസും കൊറിയൻ ഇതെല്ലാം കാണുന്നതിൽ അഡിക്റ്റഡ് ആയി. ആരാണോ ഇങ്ങനെ അഡിക്ഷൻ വന്നു? ഈ പാരന്റിങ്ങിലെ കുഴപ്പം കാരണം 3 പേര് മരിച്ചു. ഓക്കെ, നൗ ഓപ്പൺ ഫോർ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ. ഇനി അടുത്തൊരു 4 മിനിറ്റ് ഉണ്ട്. മറിയാമ്മജി 4 എനിക്ക് 6 മിനിറ്റ് തരണം. തുടങ്ങിയതിന് 2 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് തുടങ്ങിയത്. ലേറ്റ് ആയിട്ടാണ് തുടങ്ങിയത് കേട്ടാ. 6 മിനിറ്റ് 6 മിനിറ്റ് എടുക്കാം നമുക്ക്. ഏതായാലും വളരെ നല്ലൊരു ക്ലാസ് സാർ നമുക്ക് തന്നു കഴിഞ്ഞു. ഇനി ആർക്കെങ്കിലും ഇതിൽ എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കാനോ അഭിപ്രായവും ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാവുന്നതാണ്. ഇഫ് യു വാണ്ട് ടു ഡിസഗ്രി യു ഹാവ് ദി ഫുൾ ഫ്രീഡം ടു ഡിസഗ്രി. പക്ഷേ ഫാക്ട് തരണം. ഫാക്ട് തരാതെ ഡിസഗ്രി കഴിഞ്ഞാൽ അവിടെ മലയാളത്തിൽ പറഞ്ഞാൽ അവിടെ ചെന്ന് പള്ളി ചെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഫാക്ടോടുണ്ടെങ്കിൽ വരണം. ആ ഫാക്ട് കൗണ്ടർ പ്രൂഫ് ആയിരിക്കണം, അല്ലെങ്കിൽ പറയരുത്. ഓക്കെ, താങ്ക് യു. ഓക്കെ ഇബ്രാഹിം വൈദ്യൻജി അൺമ്യൂട്ട് ചെയ്യണം. അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. അൺമ്യൂട്ട് ചെയ്യണം ഇബ്രാഹിം വൈദ്യൻജി, നിങ്ങൾ മ്യൂട്ടഡ് ആണ്. ആ മൈക്രോഫോൺ ആ ചുവന്ന ഇതില്. ഓക്കെ. ഹലോ, കേൾക്കുന്നില്ല? കേൾക്കാം. വളരെ ആകർഷകമായിട്ട് ക്ലാസ് വന്നിരുന്നു. 99% എഗ്രി ചെയ്യുന്നു. പിന്നെ ഇത് ലിങ്ക് ചെയ്തില്ല. എന്തുമായിട്ട് ലിങ്ക് ചെയ്തെന്നുള്ള കാര്യം ആ ക്ലാസ്സിൽ വന്നില്ല. അത് എന്താണ് ഒന്നുകൂടെ പറഞ്ഞ? ഡിഗ്നിറ്റിയോ ഓപ്പർച്യൂണിറ്റി എന്നുള്ള സംഗതി എങ്ങനെ നമ്മുടെ മെഡിക്കൽ സബ്ജക്റ്റായിട്ട് ലിങ്ക് ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കിയില്ല. ഓക്കെ, ഇനി എന്നെ ഇവിടെ വിളിച്ചിരിക്കുന്നത് ഇന്ന് മെഡിക്കൽ ടോക്ക് കൊടുക്കാനായിട്ടല്ല. ഞാനിവിടെ മിക്കപ്പോഴും വരുന്നതും പ്യൂർലി മെഡിക്കൽ അല്ല. ഇതിനെ വേണ്ട ടോപ്പിക്ക് ലിങ്ക് ചെയ്യാം. ഹോമിയോപ്പതിയിൽ ആർണിക്ക ഓപ്പർച്യൂണിക്കം, അതാണ് ഇതിന്റെ പേര്. ഇതിന്റെ പേര് ആർണിക്ക ഓപ്പർച്യൂണിക്കം. ഒരു സമാധാനായോ? ഒരു പേര് കിട്ടിയല്ലോ. പേര് കിട്ടിയാ നിങ്ങൾക്ക്. അത് ഹോമിയോപ്പതി തന്നെ പേരിടുകയാണ് ഞാൻ. എന്താ പറയുന്നു മറിയാമ്മജി? പേര് കൊള്ളാമോ? ആർണിക്ക, നക്തുമിക്ക, പലതുണ്ടല്ലോ നിങ്ങൾക്ക് അവിടെ. അതുപോലെ അതൊക്കെ പഠിച്ചു സാർ അല്ലേ? ഏതാ? ഏതായാലും ഞങ്ങളുടെ കൂടെ വന്നോണ്ട് സാർ അതൊക്കെ പഠിച്ചു. പിന്നെ അല്ലാതെ അങ്ങനെ
അർണിക്ക ഓപ്പർച്യൂണിക്കം. പിന്നെ ഇവിടെ തന്നെ മെഡിക്കലായിട്ട് റിലേറ്റഡ് ആണ്. നിങ്ങൾ മനസ്സിലായില്ലേ എങ്ങനെയാണ് ഒരു കോവിഡ് മെഡിക്കൽ പ്രോബ്ലം ആണ്. അവിടെ ഓപ്പർച്യൂണിറ്റി വെച്ചിട്ടാണ് ഫൈസർ ഇത് ചെയ്തത്. ബാബ രാമദേവ് അത് മിസ് ചെയ്തോ? എബ്രാഹിം വൈദ്യൻജി വന്നില്ലേ മെഡിക്കൽ ഇത്? കണ്ടിരുന്നു. അതെ, മെഡിക്കൽ വന്നു അവിടെ. ആ വന്നില്ല എന്ന് പറയരുത്. ഓക്കെ. വാക്സിനേഷന്റെ കാര്യവും വന്നു. ആ ആ ആ ഓപ്പർച്യൂണിറ്റിയിൽ ഫോർ യുവർ ഇൻഫർമേഷൻ ഇവിടെ അവര് ഫാർമ ഇൻഡസ്ട്രി എത്ര പിടിപാടുള്ളവരാണെന്ന് അറിയാമോ? അവര് ഗവൺമെന്റിനെ സ്വാധീനിച്ചിട്ട് ഇവിടെ ഞങ്ങൾക്ക് ഇമെയിൽ വരുമായിരുന്നു, ചെന്ന് വാക്സിൻ കുത്തിവെച്ച് കഴിഞ്ഞാൽ $100 ഞങ്ങൾക്ക് തരുമെന്ന്. പോരെ, ഞാനൊരു ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് $100, അതായത് 9,000 രൂപ ഒരു ഡോസ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തരുമെന്ന്. ഈ 9,000 രൂപ എവിടെ നിന്ന് തരുന്നു? ഗവൺമെന്റ് ടാക്സ് പേയറുടെ മണി. ഞാൻ കൊടുത്ത ടാക്സ് അതിൽ നിന്നാണ് എനിക്ക് തരാൻ പോകുന്നത് $100. എങ്ങനെയുണ്ട്? അത് അവസാനം ആർക്ക് കിട്ടും കാശ്? ഫൈസറിന് പോവാണ്. സോ എല്ലാവരും ആ കിട്ടിയ ഓപ്പർച്യൂണിറ്റി നന്നായിട്ട് ഇതെടുത്തു. അത് കണ്ടപ്പോ എന്റെ അപ്പുറത്തുള്ള നെയ്ബറെല്ലാം പറഞ്ഞു, ഏയ് ഡിഡ് യു ഗോ ഫോർ ദി ഷോട്ട്? ഞാൻ പറഞ്ഞു നോ. ഐ ഗോട്ട് $100. ആ $100 അത് കാണിച്ചപ്പോ തന്നെ ഇങ്ങനെ കാണിച്ചു. $100 കാണിച്ചോണ്ട് ആൾ ചേരെ ചെന്ന് ഇഞ്ചക്ഷൻ എടുത്തു. ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇസ്മായിൽ സേഠ് സാറ് കോഹോസ്റ്റ് ആണ്, സംസാരിക്കാം. സേഠ് സാറ്, സേഠ് സാർ ഉണ്ടോ? ആ സംസാരിക്കാം. ക്ലാസ് കെട്ടിയാല് ചരിച്ചിരിക്കുക, ഒന്നും പറയാനില്ല. ഓക്കെ, ഞാൻ എപ്പോഴും ഞാനിപ്പോ ഇത് എന്റെ ആദ്യത്തെ കന്നി ഇതല്ല, വെബിനാറല്ല. ഞാൻ 250-ലേറെ വെബിനാർ ഈ കഴിഞ്ഞ 5.5 കൊല്ലം കൊണ്ട് നടത്തി. അവിടെ എനിക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ പിടിച്ചെടുത്തത്. ആദ്യം പറയാം, ഞാൻ അതിനു മുമ്പ് ഒരു വെബിനാറും നടത്തിയിട്ടില്ലായിരുന്നു. ഈ കോവിഡ് സമയത്ത് നാട്ടിലെ എൻ്റെ ഒരു ഫ്രണ്ട്, പുള്ളിക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളൊരു വെബിനാർ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ ചെയ്യാമോ? ഞാൻ പറഞ്ഞു, ആ വെബിനാർ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അല്ല, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു, ആദ്യം ഒന്ന് കാണട്ടെ, നിങ്ങളുടെ ഏതെങ്കിലും ഒരു വെബിനാർ ഒന്ന് പറയൂ, ഞാൻ ഒന്ന് കാണട്ടെ. കണ്ടിട്ട് എന്നെ കൊണ്ട് പറ്റുന്നു. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ലക്ക് ഈസ് വെൻ ഓപ്പർച്യൂണിറ്റി മീറ്റ്സ് പ്രിപ്പറേഷൻ. ഐ വിൽ കൺസിഡർ ദാറ്റ് ആസ് എ ലക്ക്. എന്നെ വിളിക്കുന്നു, ഒരു ഡിസംബർ വെബിനാർ നടത്താമോ എന്നുള്ളത്. ഞാൻ അത് കണ്ടപ്പോൾ പവർ പോയിന്റ് സ്ലൈഡ് എന്നെ കൊണ്ട് പുഷ്പം പോലെ ചെയ്യാം. എനിക്ക് പവർ പോയിന്റ് സ്ലൈഡൊക്കെ എനിക്ക് ഉണ്ടാക്കാനായിട്ട് നന്നായിട്ട് അറിയാം. ഞാൻ പറഞ്ഞു, ഓക്കെ ചെയ്യാം. ഉടനെ അവർ ചോദിച്ചു, ഏത് ടോപ്പിക്കാണ്? എന്റെ ആദ്യത്തെ ടോപ്പിക്, ഫോർ യുവർ ഇൻഫർമേഷൻ, ഞാൻ ചൂസ് ചെയ്ത ടോപ്പിക്ക് കോമൺ സെൻസ്. അതാണ് എന്റെ ആദ്യത്തെ ടോക്ക്. അത് വന്നപ്പോൾ അത് ഒരു 10-80 പേര് കേട്ടു. അത് കഴിഞ്ഞോടെ തന്നെ അവര് എല്ലാം അപ്രീഷിയേറ്റ് ചെയ്തിട്ട് അവർ പറഞ്ഞു, അടുത്ത മാസം ഓരോ മാസവും ഒരു മാസത്തിൽ ഒരു ടോപ്പിക് എങ്കിലും കൊടുക്കണേന്ന് പറഞ്ഞു. ഞാൻ എസ് എന്ന് പറഞ്ഞു. ഇപ്പൊ ഓപ്പർച്യൂണിറ്റി വന്നു, കൂടുതൽ ഓപ്പർച്യൂണിറ്റി വരുന്നു. ഒരു മാസത്തിൽ ഒരു ടോക്ക് കൊടുത്തതിന് പിന്നെ പറഞ്ഞു, അത് 2 എണ്ണം തരാമോ? 1-ൽ നിന്നും 2 ആയി. അങ്ങനെ വന്ന അവസാനം ഞാൻ വിചാരിച്ചു, ഇനി എന്റെ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുത്തേക്കാം. അപ്പം എനിക്ക് കൺട്രോൾ ആവുമല്ലോ. മറ്റാവുമ്പോൾ അവർ ചിലപ്പോൾ ചൊവ്വാഴ്ച ആയിരിക്കും പറയുന്നത്, ചില വ്യാഴാഴ്ച, ഇങ്ങനെ ദിവസം മാറി. അതുകൊണ്ട് എന്റെ ആകുമ്പോൾ ഞാൻ വ്യാഴാഴ്ച കയ്യിൽ നിന്ന് കുറച്ച് കാശ് പോകായിരിക്കും. പക്ഷേ ഐ തിങ്ക് ദാറ്റ് ഐ എം ഡൂയിങ് എ സർവീസ് ഫോർ ദി പബ്ലിക്. ജനത്തിന് വേണ്ടിയിട്ട് എന്റെ ഈ നോളജും ഇതുമെല്ലാം ഞാൻ ഫ്രീ ആയിട്ട് ഞാൻ ഡൊണേറ്റ് ചെയ്യാണ്. അപ്പൊ അതിൽ കിട്ടുന്ന ഒരു സംതൃപ്തി, അതാണ് വെൻ ഓപ്പർച്യൂണിറ്റി മീറ്റ് ചെയ്യുമ്പോൾ ഇതാണ് ലക്ക്. ഇതും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. മറിയാമ്മജി ഇങ്ങനെ വാച്ചൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇനി നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ മറിയാമ്മജി അവിടെ നിന്ന് തന്നെ ആ താഴെ ഒരു AK-47 ഉണ്ട് മറിയാമ്മജിയുടെ കയ്യിൽ. അതെടുത്ത് നേരെ മിക്കവാറും അവിടെ നിന്ന് ഒരു വെടി വയ്ക്കും. 6 മിനിറ്റായി. ഏതായാലും വളരെ നല്ലൊരു ക്ലാസ് എടുത്ത സാറിന് നന്ദി പറയുന്നതിന് എബ്രഹാം വൈദ്യൻ ഡോക്ടറെ ക്ഷണിക്കുകയാണ്. എബ്രഹാം വൈദ്യൻ ഡോക്ടറെ, നന്ദി പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയണം. ഇത്രയും ക്ലാസ് കേട്ട സ്ഥിതിക്ക് നമുക്ക് കിട്ടിയ വലിയൊരു ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുകയാണ്. ഇപ്പോൾ കാര്യം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ എതിരഭിപ്രായമുണ്ട്. വാക്സിൻ കാര്യം സാർ പറഞ്ഞു, അതുപോലെ ഉപ്പ് അയഡൈസ് സാൾട്ട് ഉണ്ടാക്കുന്ന പ്രശ്നം, അങ്ങനെ മെഡിക്കൽ മാഫിയ, ഇങ്ങനത്തെ സംഗതികൾക്ക് എല്ലാം എതിരെ പ്രവർത്തിക്കാൻ ഒരു പുതിയ TV ചാനലുണ്ട്, ബിഗ് TV.
ബിഗ് ടി വി കണ്ടപ്പോഴത്തേക്ക് അവര് ഇൻവെസ്റ്റിഗേറ്റ് ജേർണലിസം നന്നായിട്ട് ചെയ്യുമെന്നാണ് അവകാശപ്പെടുന്നത്. നമ്മുടെ IFHC നേതാക്കൾ തീർച്ചയായിട്ടും അവരെ കാണുകയും ഈ കാര്യങ്ങൾ ആധികാരികമായിട്ട് തെളിവ് കൊടുത്താൽ അവർ ഒരുപക്ഷെ നമുക്ക് നല്ല അനുകൂലമായിട്ടുള്ള സംഗതികൾ ചെയ്തേക്കാം. ഓക്കെ, ഈ ഓപ്പർച്യൂണിറ്റിയെ ഓർമ്മിപ്പിച്ചോണ്ട് ഓപ്പർച്യൂണിറ്റി എന്ന വിഷയത്തിൽ വളരെ എല്ലാവരും രസിപ്പിക്കുന്ന ആധികാരികമായ ക്ലാസ് എടുത്ത ഡോക്ടർക്ക് നന്ദി പറയുന്നു. ഓക്കെ. എന്താണ് മറിയാമ്മജി, കഴിഞ്ഞില്ലേ? IFPSന്റെ പേരിൽ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി ഇബ്രാഹിം വൈദ്യൻ ഡോക്ടറെ. എന്തായാലും ഇന്നും നമുക്ക് വളരെയധികം സരസമായി ജീവിത വിജയം അവസരവാദികൾക്ക് മാത്രം എന്ന വിഷയത്തിൽ നല്ല ഒരു ക്ലാസ് എടുത്ത ഡോക്ടർക്ക് ഒരിക്കൽ കൂടി എൻ്റെതായ ഒരു നന്ദി കൂടെ അറിയിക്കുകയാണ്. ഇനിയും ഇതുപോലെ നല്ല വിഷയവുമായിട്ട് എത്രയും വേഗം വരണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. ഇന്നത്തെ ഈ വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അങ്ങനെ നമ്മുടെ 1987 പ്രതിദിന സൂം വെബിനാർ വളരെയധികം സന്തോഷകരമായി അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.